ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. നിങ്ങൾ ഓർക്കുന്നുണ്ടോയെന്ന് അറിയത്തില്ല, ഞാൻ വാച്ച്നൈറ്റ് സർവീസിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു. ലോകക്കാർക്ക് മുഴുവൻ 13 അൺലക്കി നമ്പറാണെങ്കിൽ നമുക്കത് ലക്കി നമ്പറാണ്. ഞങ്ങൾക്ക് ലക്കി നമ്പറായിരുന്നു. 2013 ഒരു തലമുറയെ കാണാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. പ്രൈസ് ഗോഡ്. അതിനേക്കാളും സന്തോഷം എന്ന് പറയുന്നത് ഹല്ലേലൂയ, അവൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് 13/5/2013. 13/5/2013 2 അതിനകത്തുണ്ട്. പ്രൈസ് ഗോഡ്. പക്ഷേ ഇവിടെ ആയിരുന്നു അപ്പോൾ ജനിച്ചിരുന്നതെങ്കിൽ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയുടെ ദിവസമായിരുന്നു 14 മെയ് 14. അപ്പോൾ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയുടെ ദിവസം 13 ലക്കി നമ്പർ ആക്കിക്കൊണ്ട് 13-ാം തീയതിയിലെ ഡേറ്റ് ഓഫ് ബർത്ത് ഇട്ട് ദൈവം ഒരു തലമുറയെ തന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, ആമേൻ. അവന് മിടുക്കനായിരിക്കുന്നു. നിങ്ങളെല്ലാം പ്രാർത്ഥന ഞാൻ ചോദിച്ചിരുന്നു, നിങ്ങളത് തന്നു. എനിക്ക് ഇമെയിൽ ID ഉണ്ടായിരുന്നവർക്കെല്ലാം ഞാൻ ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്തു. ഒരു കാര്യം പറയും, ഈ സഭയിലുള്ളവരുടെ എല്ലാം ഇമെയിൽ ID ഒന്ന് തന്നാൽ ഇതുപോലെ വല്ലതും ഉണ്ടെങ്കിൽ വല്ലാതെ അടുത്ത വെച്ചുണ്ടാകും കേട്ടോ. പ്രൈസ് ഗോഡ്. അയക്കാം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അവന് മിടുക്കനായിരിക്കുന്നു. അവന് കാലേബ് ജി റാഫേൽ എന്നാണ് പേരിട്ടത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കൊളോക്കിയലായിട്ട് കാലേബെന്ന് വിട്ടാൽ ഞാൻ കാലനെന്ന് വിളിക്കുന്നു പറഞ്ഞ് ജിബി പറഞ്ഞു കെവിനെ നെറ്റ് വിളിച്ചാമെന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്. നമ്മുടെ നാട്ടുകാരല്ലേ, സാരമില്ല. പ്രൈസ് ഗോഡ്. അപ്പോൾ ദൈവം ഞങ്ങൾക്ക് തന്ന അനുഗ്രഹത്തെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പം അനുഗ്രഹം 1 തലമുറ അനുഗ്രഹിക്കപ്പെട്ടു. പ്രൈസ് ഗോഡ്. നമ്പർ 2 13 അനുഗ്രഹമായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു. ആ 13 തന്നെ ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി മാറ്റി. പ്രൈസ് ഗോഡ്. നമ്പർ 3 കൂടെ പറഞ്ഞിട്ട് ഞാൻ ശുശ്രൂഷ കിടക്കാം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാലോ, ജിജു ഇവിടെ നിന്ന് ഓസ്ട്രേലിയയിൽ നിന്ന് 2 മാസ്റ്റേഴ്സ് എടുത്ത് അമേരിക്കയിൽ ചെന്നു. അവിടെ ഒരു മാസ്റ്റേഴ്സിൻ്റെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. MBA ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാഷണൽ യൂണിവേഴ്സിറ്റിയിൽ MBA ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞങ്ങളിങ്ങോട്ട് പോരുന്നതിൻ്റെ ഒരാഴ്ച മുമ്പ് ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ഒരു അമേരിക്കൻ കമ്പനിയിലേക്ക് അവന് പ്ലേസ്മെൻ്റ് ആയി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവർ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, അവനെ അവരുടെ കമ്പനിയുടെ ഓവർസീസ് ഡയറക്ടറായിട്ടാണ് അവർ അപ്പോയിൻറ്റ് ചെയ്യാൻ പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. അവൻ്റെ പരീക്ഷ കഴിഞ്ഞ് ഫെബ്രുവരിയിലെ റിസൾട്ട് വരത്തുള്ളൂ. പരീക്ഷ കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവനെ വിളിച്ചിട്ട് പറഞ്ഞു, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, നിന്നെ ഈ ഇന്ത്യയിലെ ഗൾഫിലെ ചാർജോടുകൂടി ഞങ്ങൾ അപ്പോയിൻ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞാൻ ഇത് കേട്ടപ്പോൾ ദൈവത്തെ ഒത്തിരി സ്തുതിച്ചു. കാരണം എന്താണെന്നറിയാമോ? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, ആമേൻ. ഞാൻ ഡയറക്ടറാകുന്നതിൻ്റെ ആ പോസ്റ്റിൻ്റെ പുറകിൽ വെച്ച് വേണ്ടെന്ന് വെച്ച് പോകുന്നതാണ്. പ്രൈസ് ഗോഡ്. 31-ാം തീയതി ജൂലൈ മാസം 1-ാം തീയതിക്ക് എനിക്ക് എൻ്റെ അടുത്ത പോസ്റ്റിൽ ജോയിൻ ചെയ്യാമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡെപ്യൂട്ടി ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് 30-ാം തീയതി തലേ മാസം ജൂൺ 30-ാം തീയതി ഞാൻ ജോലി വിട്ടിറങ്ങിയത്. 2000-ൽ. പ്രൈസ് 2003-ൽ 2013 വരെ ജോലി ചെയ്യാമായിരുന്നു. പ്രൈസ് ഗോഡ്. 2003 ജൂൺ മാസം 30-ാം തീയതി ഞാൻ ഇറങ്ങുമ്പോൾ ഞാൻ അവിടെ പിടിച്ചു നിന്നിരുന്നെങ്കിൽ ജൂലൈ 1-ാം തീയതി എനിക്ക് അടുത്ത പോസ്റ്റിൽ കയറാം. പ്രൈസ്. പക്ഷേ ഹല്ലേലൂയ, സമയമായെന്ന് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ബിഹോൾഡ്, ഭയങ്കര ഒരു വിഷയമാണ്. കരയേണ്ട സമയത്ത് കരഞ്ഞോണം, ചിരിക്കേണ്ട സമയത്ത് ചിരിച്ചോണം, ഹല്ലേലൂയ പറയേണ്ട സമയത്ത് ഹല്ലേലൂയ പറഞ്ഞോണം. ഇപ്പം ഒന്ന് പറഞ്ഞു നോക്കിയേ. ഇത് ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞതാണ് കേട്ടോ. പറയേണ്ട സമയത്ത് പറഞ്ഞോണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഏതായാലും ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ആമേൻ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഡെപ്യൂട്ടി ഡയറക്ടറായിട്ടാണ് പോകുന്നതെങ്കിൽ ദൈവം എൻ്റെ 2 മക്കളെയും പഠിത്തം കഴിഞ്ഞപ്പോൾ ഡയറക്ടർ എന്നുള്ള പോസ്റ്റിൽ എടുത്തേക്കുന്നത്. നിനക്ക് 1 നഷ്ടപ്പെട്ടിട്ടുള്ളൂ, എന്നാൽ 2 തരുന്നൊരു ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, ആമേൻ. ജിബിയും ഡയറക്ടറാണ്, ഇപ്പോൾ ജിജുവും ഡയറക്ടറാണ്. പ്രൈസ് ഗോഡ്. ജിബി 5 മാസ്റ്റേഴ്സും ഡോക്ടറേറ്റും എടുത്ത് ഡയറക്ടറായി. ഇവൻ 3 മാസ്റ്റേഴ്സും കൊണ്ട് ഡയറക്ടറാകാൻ പോവുക. ഇത് കുറച്ചായാലും അല്പം കൊണ്ടായാലും അധികം കൊണ്ടായാലും പ്രവർത്തിക്കാൻ കഴിവുള്ള സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരമുയർത്തി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന്, ഞങ്ങളുടെ 2 പേരുടെ അനുഭവത്തിൽ നിന്ന് നിങ്ങളോടൊരു സത്യം പറയാം. നിങ്ങളുടെ മക്കളെക്കുറിച്ച് ഭാരപ്പെടല്ലേ. ആമേൻ. സ്വർഗത്തിലെ ദൈവം അവരെ കണ്ടിട്ടുണ്ടെങ്കിൽ, അവരെ സഹായിക്കാൻ കഴിവുള്ളവനാണെങ്കിൽ സഹായിച്ചിരിക്കും. ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. നിങ്ങളുടെ മക്കളെക്കുറിച്ച് ദൈവം പറഞ്ഞിട്ടുള്ള വാഗ്ദത്തങ്ങളുണ്ടെങ്കിൽ, ഞാനിന്നിവിടെ വെള്ളിയാഴ്ച ഇന്നലെ ഇവിടെ പറഞ്ഞു, ദൈവം ഇസ്രായേൽ മക്കളെക്കുറിച്ച് അരുളി ചെയ്തിട്ടുള്ള വാഗ്ദത്തങ്ങളിൽ ഒന്നുപോലും വൃഥാവാകാതെ എല്ലാം
നിറവേറി. ഇന്ന് പകൽ നിനക്ക് വേണ്ടിയുള്ള വാഗ്ദത്തങ്ങൾ ഒന്നുപോലും വിട്ടുപോകത്തില്ല. നിനക്ക് വേണ്ടി ഇന്നൊരു തലമുറയ്ക്ക് വേണ്ടി നിറവേറും. ആമേൻ. പക്ഷെ ഒരു കാര്യം ഞങ്ങൾ പറയാം, ഈ തലമുറയുടെ തലയിലോട്ട് ഈ കിരീടം വരുമ്പോൾ തലമുറ കസേര കാണണം. പല തലമുറയും അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. നിങ്ങളുടെ തലമുറയിലേക്ക് ഈ കിരീടം ഇങ്ങോട്ട് ആകാശത്ത് നിന്ന് വരുമ്പോൾ തലമുറ കസേര കാണണം, വല്ല കലിങ്കലും പോയിരിക്കരുത്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. തലമുറകളെ കുറിച്ച് കരയാൻ കർത്താവ് പറഞ്ഞേക്കുന്നത് അറിയാമോ? നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ തലമുറകളെക്കുറിച്ചും. യെരൂശലേം പുത്രിമാരെ, എന്നെക്കുറിച്ച് കരയണ്ട, സഭയെക്കുറിച്ച് കരയണ്ട, സുവിശേഷ വേലയെക്കുറിച്ച് കരയണ്ട. അത് മാനസാന്തരപ്പെടേണ്ടോ അവിടെയൊക്കെ മാനസാന്തരപ്പെട്ടോളും, ഗുണം പിടിക്കേണ്ടവനെ ഗുണം പിടിച്ചോളും. പക്ഷേ പറഞ്ഞു നിൻ്റെ തലമുറയെക്കുറിച്ച് കരയാൻ പറഞ്ഞു. ആ നാളുകൾ എത്തിയിരിക്കുകയാണ്. ഈ നാളുകളിൽ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. എല്ലാമുണ്ട്. സമ്പത്തുണ്ട്, ആമേൻ, ഹല്ലേലൂയ. ബിസിനസ്സുണ്ട്, ജോലിയുണ്ട്, ആരോഗ്യമുണ്ട്. പക്ഷെ തലമുറ പെരുവഴിയിൽ. അത് നമ്മുടെ വീട്ടിൽ സംഭവിക്കല്ലേ? വല്ലയിടത്തും സംഭവിച്ചോട്ടെ, എൻ്റെ വീട്ടിൽ സംഭവിക്കല്ലേ? എത്ര പേർക്ക് പറയാൻ സാധിക്കും എൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടണം? പ്രൈസ് ഗോഡ്. നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. പ്രൈസ് ഗോഡ്. അപ്പോൾ അതുകൊണ്ട് ഹല്ലേലൂയ, ഒന്നും പേടിക്കണ്ട. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിൻ്റെ ഇരട്ടി തരാൻ കഴിവുള്ളൊരു ദൈവമാണ് എൻ്റെ ദൈവം. ആമേൻ. പ്രൈസ് ഗോഡ്. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞാൽ പോയി കഴിഞ്ഞാൽ ഒത്തിരി ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ ദിവസങ്ങളിൽ ഞങ്ങൾ പോയ സ്ഥലത്തെല്ലാം ഞങ്ങൾ മൊത്തം 81 ദിവസം ഞങ്ങൾ ഇവിടെ നിന്ന് മാറി നിന്ന് എനിക്ക് തോന്നുന്നു. അതിൽ 86 ദിവസം, 40 ദിവസം പിള്ളേരുടെ കൂടെ ആയിരുന്നു. 46 ദിവസം സുവിശേഷ വേലയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ കർത്താവ് തന്ന അയച്ചു കൊടുത്തെല്ലാം ഞങ്ങൾ പോയി ദൈവത്തിനെ അറിയിക്കുകയായിരുന്നു. ഇത്തവണത്തെ പോക്കിൽ കണ്ടൊരു കാര്യം ഞാൻ പറയാം. സുവിശേഷത്തിന് വേണ്ടി ജനത്തെ മോട്ടിവേറ്റ് ചെയ്യുവാൻ ദൈവം ഒരു നിയോഗം തന്നു. ഞാൻ ചെന്നിടത്തെല്ലാം അത് പ്രസംഗിച്ചു. ആ വിഷയങ്ങൾ എടുത്ത് പ്രസംഗിച്ചു. എല്ലായിടത്തും റിസൾട്ട് കണ്ടു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ചെന്ന സഭകളിൽ നടന്നിട്ടുള്ള കാര്യം പറയാം. ചില സഭകളിൽ രാത്രി പ്രാർത്ഥനകൾ ആരംഭിച്ചു. വേറെ ചില സഭകളിൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി അമേരിക്കയിലെല്ലാം പുറത്തു പോയി സുവിശേഷം അറിയിക്കാൻ ആമേൻ മിക്ക സഭകളും തീരുമാനമെടുത്തു. വേറെ ചില സഭകളിൽ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഏതാണ്ട് 6-7 സഭകളിൽ യേശുക്രിസ്തു ജീവിക്കുന്നു, യേശുക്രിസ്തു സൗഖ്യമാക്കുന്നു, യേശുക്രിസ്തു രക്ഷകൻ, യേശുക്രിസ്തുവിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. ജീസസ് ഡൈഡ് ഫോർ യുവർ സിൻസ്, ജീസസ് ലിവ്സ്, ജീസസ് എ സേവിയർ, ജീസസ് ക്യാൻ സോൾവ് ഓൾ യുവർ പ്രോബ്ലംസ്, ക്രൈസ്റ്റ് ഇസ് ദ ആൻസർ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വലിയ ബോർഡെന്ന് പറഞ്ഞാൽ ഈ മേശയുടെ അത്രയും വലിപ്പം വരും. അത്രയും വലിയ ബോർഡിനകത്ത് ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ എഴുതി ആളുകളിൽ നിന്ന് പ്രദർശിപ്പിക്കുന്നത് നടന്നുകൊണ്ടിരിക്കുക. അടുത്ത ആഴ്ച ഞാനത് പ്രൊജക്റ്റ് ചെയ്യാം. ഇന്ന് ഞാൻ നേരില്ലാത്തതുകൊണ്ടാണ് പ്രൊജക്റ്റ് ചെയ്യാത്തത്. പ്രൈസ് ഗോഡ്. ഒരു സഭയിലല്ല, ഹൂസ്റ്റൺ, ഡാലസ്, പ്രൈസ് ഗോഡ്, സിയാറ്റിൽ, ന്യൂയോർക്ക്, പ്രൈസ് ഗോഡ്, സാൻ ഫ്രാൻസിസ്കോ, മെംഫിസ്, ഇവിടെയൊക്കെ ഇത് ആരംഭിച്ചു. ദൈവത്തിന് സ്തോത്രം. മാത്രമല്ല ലോകത്തിൽ പാപത്തിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്ന മൻഹാട്ടൻ, പ്രൈസ് ഗോഡ്, 42-ാം നമ്പർ തെരുവ്, 42nd സ്ട്രീറ്റ്, അവിടെയാണ് ഏറ്റവും വലിയ വൃത്തികൾ നടക്കുന്നതാണ് പുസ്തകങ്ങൾ പോലും വായിച്ചിട്ടുള്ളത്. അതിൻ്റെ അടുത്തുള്ള ടൈം സ്ക്വയറിൽ ചെന്ന് ദൈവത്തിന് സ്തോത്രം ഞങ്ങൾക്ക് വേറെ 2 കുടുംബത്തോട് ചേർന്ന്, ആ കുടുംബത്തിൽ ഒന്ന് നമ്മുടെ ഷെർലിയുടെ സിസ്റ്റർ ഷൈനി ആയിരുന്നു. പ്രൈസ് ഗോഡ്. അവരുടെ കുടുംബവും ഇവിടെ വരാറുള്ള ഒരു ജെയ്സൺ, ചിലപ്പം മിക്കവാറും അടുത്തന്നെ പുള്ളി ഒന്നുകൂടെ വന്നേക്കും ഇവിടെ. പ്രൈസ് ഗോഡ്. ഞങ്ങൾ 3 കുടുംബങ്ങൾ ചേർന്ന് 5 മണിക്കൂർ ഇതുപോലത്തെ ബോർഡും പിടിച്ച ഒരു കൂട്ടരിൽ നിന്നു വേറൊരു കൂട്ടർ അങ്ങ് ട്രാക്ട് കൊടുക്കാൻ തുടങ്ങി. ജെയ്സി ട്രാക്ട് കൊടുത്തു, ഷൈനി കൊടുത്തു, ഞാൻ കൊടുത്തു, അവിടെയുള്ള എല്ലാവരും ട്രാക്ട് കൊടുത്തു. 5 മണിക്കൂർ ലക്ഷക്കണക്കിന് ആളുകൾ കൂടുന്ന, ലോകത്തുള്ള സകല രാജ്യക്കാരും കൂടുന്ന ആ മാൻഹാട്ടനിലെ ടൈം സ്ക്വയർ എന്ന് പറഞ്ഞ സ്ഥലത്ത് 5 മണിക്കൂർ ബോർഡും പിടിച്ച് നിന്നു, ട്രാക്റ്റും കൊടുത്തു. എത്ര ട്രാക്ട് കൊടുത്തെന്നറിയാമോ? 7000 ട്രാക്ട് എന്ന് കൊടുത്തു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, അമേരിക്കയിലായാലും മേടിക്കാൻ ആളുണ്ട്, കേൾക്കാൻ ആളുണ്ട്, പറയാൻ ആളുണ്ട്. സുവിശേഷത്തിന് വേണ്ടി ഭാരമുള്ള ഒരു സഭ ഫെയ്ത്ത് സിറ്റി സഭയായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒത്തിരി അനുഭവിച്ചില്ലേ? ഒത്തിരി കിട്ടിയില്ലേ? വീട് കിട്ടിയില്ലേ? കാറ് കിട്ടിയില്ലേ? പിള്ളേർക്ക് പഠനം ശരിയായില്ലേ? കല്യാണം നടന്നില്ലേ? അവർക്ക് കൊച്ചുണ്ടായില്ലേ? ആ കൊച്ചു ജോലി കിട്ടിയില്ലേ? ഇപ്പം ചിലതിന്. എന്നിട്ടും സുവിശേഷത്തിന് വേണ്ടി എന്ത് ചെയ്തു? ഞായറാഴ്ച വന്ന് ഇരുന്ന് തരുന്നതല്ല സുവിശേഷ വേല, ചൊവ്വാഴ്ച ഏജഹോളി വരുന്നതല്ല സുവിശേഷ വേല, വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരുന്നതല്ല സുവിശേഷ വേല. അതൊക്കെ എന്താണെന്നറിയാമോ? ശക്തമായി സുവിശേഷ വേല ചെയ്യാനുള്ള ബലം പ്രാപിക്കലാണ്. എന്നാൽ ഇതും പ്രാപിച്ച് ഇരുന്നാൽ പോരാ, ഇറങ്ങണം. കുഞ്ഞുവനെ, കാക്കനാട് കുഞ്ഞുവനോടാ, ഇറങ്ങണം. കാലൊക്കെ ശരിയാവും. പ്രൈസ് ഗോഡ്. ഇവിടെ ഒറ്റെണ്ണത്തിന് ഇരുത്താൻ പോകുന്നില്ല, എല്ലാത്തിനും വലിച്ചുകൊണ്ട് പോകുമ്പോൾ. അല്ലെങ്കിൽ ഞാൻ വലിച്ചുകൊണ്ട് പോയില്ല, പിശാച് വലിച്ചുകൊണ്ട് പോകും. അതുകൊണ്ടാണ് മത്തായിച്ചേട്ടോ, നമുക്കൊന്ന് ഇറങ്ങണം. മാമലശ്ശേരി തൂത്തു വാരണം കേട്ടോ. പറ്റുമോ? ഒരു തോത്രം പറഞ്ഞ കലവർത്തി. മതി. പ്രൈസ് ഗോഡ്,
ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്. ഞാൻ ചെന്നപ്പോൾ ഒരു സ്ഥലത്ത് വലിയ മടി കണ്ടു. എന്താ വെച്ചാൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഞാൻ ഇതൊക്കെ പറഞ്ഞു കേട്ടപ്പം അമേരിക്കയിൽ പോയി താമസമാക്കിയ നമുക്കറിയാവുന്ന, ചിലർക്കറിയാവുന്ന, എനിക്കറിയാവുന്ന ഒരു കുടുംബത്തിൽ ഇച്ചിരി മടി കണ്ടു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞാൻ എന്നോട് വരാമെന്ന് പറഞ്ഞിട്ട് വന്നില്ല. ഞാൻ കവലയിൽ പോയി നിൽക്കുക, ഹൂസ്റ്റണിൽ ഞാനൊരു കവലയിൽ പോയി നിൽക്കുക. ഈ പുള്ളി വരാമെന്ന് പറഞ്ഞിട്ട് വന്നില്ല. ഞാൻ ചോദിച്ചു, മറ്റേ ചോദിച്ചപ്പോൾ പറഞ്ഞു, പുള്ളി പറഞ്ഞു, പാസ്റ്റർ അങ്ങനെയൊക്കെ പറയും, ഞാനങ്ങ് വരുന്നില്ലെന്നേ. പ്രൈസ് ഗോഡ്. പാസ്റ്റർ അങ്ങനെയൊക്കെ പറയും, ഞാനങ്ങും വരുന്നില്ല. ഇത് കേട്ടിട്ട് മിണ്ടാതിരിക്കുന്ന പാസ്റ്ററല്ല ഞാൻ എൻ്റെ മൊബൈൽ ഫോൺ എടുത്ത് ഈ പുള്ളി ഒന്ന് കുത്തി. പുള്ളി അപ്പുറത്ത് ഹലോ എന്ന് വിളിച്ചു. ഞാൻ പറഞ്ഞു, ഹലോ, എന്തുണ്ട് വിശേഷം, എന്തോ ചെയ്യുക? ഞാനേ ഇച്ചിരി നീരുവീഴ്ചയും ഇച്ചിരി പനിക്കോളും ഒക്കെ ആയിട്ട് ഇരിക്കുക. അമേരിക്കയിലും പനിക്കോളൊക്കെ ഉണ്ട് കേട്ടോ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു ശരി, ഇന്ന് വരാമെന്ന് പറഞ്ഞിട്ടോ. അതാ പറഞ്ഞ് നല്ല സുഖമില്ലാതിരിക്കുക. ഞാൻ പറഞ്ഞു വരണ്ട, ഞാനൊരു കാര്യം പറഞ്ഞാൽ കേട്ടാൽ മതി. ഞാൻ ഇന്നലെ തൻ്റെ വീട്ടിൽ വന്നപ്പം തൻ്റെ വീടിൻ്റെ വാതിൽക്കൽ കിടക്കുന്ന 3 വണ്ടി ഞാൻ കണ്ടു. ഒന്ന് ഒരു പ്രൈസ് ഗോഡ് ഹോണ്ട SUV. ഇവിടെ എത്ര വിലയാണ് സുരേഷ് അതിന്? SUV ഹോണ്ട SUV എന്താ വില ഇവിടെ? 45 lakhs. പ്രൈസ് ഗോഡ്, ആമേൻ, പ്രൈസ്. കൊറോള എത്ര രൂപ? കൊറോള 13 ലക്ഷം. കൊറോള 13, 45, 13, 58. പ്രൈസ് ഗോഡ്. ഇൻഫിനിറ്റി, ഹോണ്ടയുടെ സുപ്പീരിയർ ഇൻഫിനിറ്റി, അതിന് ഒരു 45-50 അടുക്ക് വരും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. 45, 10, 55, 3, 58, 50, 1,08,00,000 രൂപയുടെ വണ്ടി തൻ്റെ വീട്ടിൽ കിടക്കുന്നത് ഞാൻ കണ്ടു. ഞാനൊരു സത്യം പറയാം, താൻ നാട്ടിലായിരുന്നെങ്കിൽ ഒരു സൈക്കിൾ പോലും കാണത്തില്ലായിരുന്നു. മര്യാദയ്ക്ക് അതിലൊരു വണ്ടി ഓടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. നമ്മൾ അമേരിക്കക്കാർ ഒരു കാലത്ത് വന്ന് ഈ ദേശത്ത് സുവിശേഷം അറിയിച്ചത് കൊണ്ടാണ് നമ്മളൊക്കെ കർത്താവിനെ അറിഞ്ഞത്. ശരിയാണോ? പ്രൈസ്. സെൻറ്റ് തോമസ് 2000 വർഷം മുമ്പ് വന്ന പാരമ്പര്യം പറഞ്ഞ് യാക്കോബക്കാരും മർത്തോമക്കാരും കത്തോലിക്കരൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ ഇവിടെ സുവിശേഷം അറിയിച്ചിട്ടില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഉള്ളത് പെറ്റുവരികയതല്ലാതെ വിശ്വാസിച്ച് ആരും രക്ഷിക്കപ്പെട്ട് മുമ്പോട്ട് വരുന്ന അനുഭവങ്ങൾ ഇവിടെയൊന്നും ഉണ്ടായിരുന്നില്ല. ഈ അടുത്ത കാലത്ത് കത്തോലിക്ക സഭയിലുണ്ടായ ഒരു ഉണർവ്, കാരിസ്മാറ്റിക് പ്രസ്ഥാനം കാരണം കുറേ കർത്താവിനെ അറിഞ്ഞു വന്നതാണ്. പക്ഷേ പിന്നെയും പിടിച്ച് തളച്ചു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇന്നാളെ ഒരു പാർട്ടിയോട്, ഒരു നേതാവിനോട് ചോദിച്ചു, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, നിങ്ങളല്ലേ ഈ സുവിശേഷം പറഞ്ഞ് ഇവിടുത്തെ ആളുകളെ മുഴുവനും കൺവെർട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ കൊടുത്ത മറുപടി എന്നറിയാമോ? ഞങ്ങൾ കഴിഞ്ഞ 25 വർഷമായിട്ട് ഒറ്റണത്തിനെ കൺവെർട്ട് ചെയ്തിട്ടില്ല, ഇത് മുഴുവൻ ചെയ്യുന്ന പെന്തിക്കോസുകാരാന്ന് പറഞ്ഞു. നമ്മളാരെയും കൺവെർട്ട് ചെയ്യാതിരിക്കുകയല്ല. സമാധാന പ്രഭുവായ വീരനാം ദൈവമായ അത്ഭുത മന്ത്രിയായ നസ്രയനായ യേശു ക്രിസ്തു ആരെന്ന് ഉറക്കെ വിളിച്ചു പറയുമ്പോൾ അത് മനസ്സിലാക്കി ചിലര് ഈ യേശുവിനെ എനിക്ക് വേണം, ഈ യേശുവിനെ എനിക്ക് വേണം, ഈ യേശുവിനെ എനിക്ക് വേണമെന്ന് പറയുക. വിളിച്ചു പറയണം. അപ്പം നമുക്ക് ഈ ഇവിടെ മുഴുവൻ വിളിച്ചു പറയണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതിനുള്ള എല്ലാ സൗകര്യവും നമുക്കായിട്ടുണ്ട്. കാരവൻ തൊട്ട് പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ബരാക്ക വരെയുള്ള സാധനം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. കൊച്ചു പിള്ളേർ വരെ എന്തിനും തയ്യാറായിട്ട് ഇവിടെ നടക്കുക. പ്രൈസ് ഗോഡ്. ഇങ്ങനത്തെ ഒരു കൂട്ടം എവിടെ ഉണ്ടാവും? പക്ഷെ അവരെ ഉപയോഗിക്കണം കേട്ടോ. നമ്മുടെ ദേവദാസന്മാരോട്, തമ്പിച്ചായോ നമ്മൾ ഇവരെയൊക്കെ ഒന്ന് ഉപയോഗിക്കാം. തമ്പിച്ചാൻ്റെ പഴയ സ്റ്റാറ്റസിലേക്ക് വരണം. ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞല്ലോ എല്ലാവരും, ഇനി ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, നമുക്കൊന്ന് പെരുമാറണം. പ്രൈസ് ഗോഡ്. ഞാനൊരു സത്യം നിങ്ങളോട് പറയാം. യേശുവിന് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറാകുന്ന ഒരു 10 പേര് ഈ സഭയിൽ നിന്ന് ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നവരെ കരമുയർത്തി സ്തോത്രം ചെയ്യാം. അതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. ഇവിടെ നിന്ന് ഇപ്പം പല സ്ഥലത്തോട്ടും അല്ലേ, കഴിഞ്ഞ മുമ്പത്തെ ഞായറാഴ്ച ഡാർജിലിംഗിലേക്ക്, ഷിംലയിലേക്ക്, പ്രൈസ് ഗോഡ്, കംബോഡിയയിലേക്ക്, ലാവോസിലേക്ക്, ഹൈദരാബാദിലേക്ക്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, കൊലപ്പുള്ളികൾ വരെ പോകാൻ തുടങ്ങിയെന്ന്. കർത്താവിന് വേണ്ടി ജനത്തെ ഒരുക്കിയെടുക്കുന്ന ഫെയ്ത്ത് സിറ്റി സഭയിലെ ശുശ്രൂഷകന്മാർക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. സഹോദരിമാർക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഞാൻ പറയട്ടെ, ഫെയ്ത്ത് സിറ്റി സഭയിലെ സഹോദരിമാർ വരെ ഇതിൽ ഒരുക്കിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ ആഴ്ച ഞാൻ പ്രൈസ് ഗോഡ് ദൈവത്തെ സ്തോത്രം നെറ്റിൽ കൂടെ കണ്ടു. ഈ പുൾപിറ്റിൽ നിന്നുകൊണ്ട്, പേരെന്നാ ബിനു എന്നോ അല്ലേ, ബിനു എന്ന് പറഞ്ഞ 3 പേരെ വെട്ടിക്കൊന്ന ഒരു മനുഷ്യൻ, പ്രൈസ് ഗോഡ്, ഒറ്റക്കുത്തിനല്ല, ഒറ്റ പ്രാവശ്യമായിട്ടല്ല, പല പ്രാവശ്യമായിട്ട് 3 പേരെ വെട്ടിക്കൊന്നൊരു മനുഷ്യൻ പറയുകയാണ്, യേശു എൻ്റെ ഉള്ളത്തിൽ വന്നതുകൊണ്ട് എനിക്കിനി സുവിശേഷ വേല ചെയ്യണം. യേശുവൻ ഉള്ളത്തിൽ വന്ന നാളിൽ, യേശുവൻ ഉള്ളത്തിൽ വന്ന നാളിൽ എന്തു മാറ്റം വന്നു എന്നിൽ, തന്നെ ഞാനുള്ളത്തിൽ ഏറ്റതാരേ, തന്നെ ഞാനുള്ളത്തിൽ ഏറ്റതാരേ, എന്തു ബോധം വന്നു എന്നിൽ, യേശുവൻ
വന്നു. ഹല്ലേലൂയ. ഓരോ തിങ്കളാഴ്ചയും ഞാൻ വിളിച്ച് ഇവിടെ ധ്യാനകേന്ദ്രത്തോട് വിളിച്ച് ചോദിക്കും, എത്ര പേരുണ്ട്? പ്രൈസ് ഗോഡ്. 5 പേര്, 3 പേര്, പിന്നെ പറഞ്ഞു 2 പേര്, പിന്നെ പറഞ്ഞു വന്നതിലൊരുത്തും ഇപ്പോൾ പോയി കഴിഞ്ഞു, തിരിച്ചു പോയി. പ്രൈസ് ഗോഡ്. എന്തിനാധികം? 32,000 പോയിട്ട് 300 എണ്ണത്തെ കൊണ്ട് അത്ഭുതം പ്രവർത്തിച്ചു. ഈ ബിനു ടൈപ്പ് ഒരെണ്ണം പോരെ? ഇതുപോലത്തെ ഒരെണ്ണം മാനസാന്തരപ്പെട്ട പോരെ? ആൾക്കൂട്ടത്തിലല്ല, അതിൻ്റെ ക്വാളിറ്റിയിൽ അഭിമാനം കൊള്ളുന്ന ദൈവമക്കൾ സ്തോത്രം ചെയ്താട്ട്. ചിലർക്ക് പ്രസംഗം വരണമെങ്കിൽ ആൾക്കൂട്ടം വേണമെന്നേ. നോക്കല്ലേ കേട്ടോ, നീ ആൾക്കൂട്ടത്തെ നോക്കല്ലേ. അങ്ങനെ നോക്കിയിരുന്നെങ്കിൽ എത്യോപ്യ പ്രൈസ് ഗോഡ് ഷണ്ണൻ മാനസാന്തരപ്പെടത്തില്ലായിരുന്നു. ആമേൻ. ശമരിയ പട്ടണത്തിൽ ആയിരങ്ങളോട് പ്രസംഗിച്ച് അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്ത് ദുരാത്മാക്കൾ സന്തോഷത്തോടെ പറക്കുന്ന സ്ഥാനത്ത് നിന്നാണ് പരിശുദ്ധാത്മാവ് പറഞ്ഞത്, പീരിപ്പോച്ചോ ഇച്ചിരി നേരത്തേക്ക് ലീവ് എടുത്ത് ഗസ്സയ്ക്കുള്ള മരുഭൂമിയിൽ, ഗസ്സയ്ക്കുള്ള നിർജ്ജനമായ വഴിക്ക് പോകാം. ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്നവൻ ഇതിന് തയ്യാറാകണം. ആൾക്കൂട്ടം ഉണ്ടെങ്കിൽ എനിക്ക് സന്തോഷം, ആൾക്കൂട്ടമില്ലെങ്കിൽ ദുഃഖമെന്ന് പറയല്ലേ. ഒരൊറ്റയാളെ കിട്ടിയാൽ മതി, അവൻ മുഖാന്തരം ഈ ദേശം പിടിച്ചെടുക്കാൻ സാധിക്കും. ഒരൊറ്റ പൗലോസിനെ കൊണ്ട് അറിയപ്പെട്ട സകല ലോകത്തെയും കീഴടക്കാൻ കർത്താവ് പ്രവർത്തിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവമക്കളെ ഒരൊറ്റ ആൾക്ക് വേണ്ടിയാണെങ്കിലും ഈ ധ്യാനകേന്ദ്രം തുറന്നിരിക്കും. നമ്മൾ തുറന്നു വെച്ചിരിക്കുന്ന ധ്യാനകേന്ദ്രം ഉണ്ടല്ലോ, ഒറ്റ ആളുള്ളെങ്കിലും 58 സബ്ജക്റ്റ് 58 സാറുമാർ എന്ന് പഠിപ്പിക്കും. ഇല്ലേ? പഠിപ്പിക്കും. കൂടി സ്വത്രം പറഞ്ഞേ. എത്ര പേര് വന്നെന്ന് അന്വേഷിക്കാതെ പഠിപ്പിക്കാൻ കഴിയുള്ള ഒരു കാര്യത്തിൽ സ്വത്രം പറഞ്ഞേ. നിനക്ക് പ്രതിഫലം തരുന്നുണ്ട്. നീ ആൾക്കൂട്ടത്തിന് വേണ്ടിയല്ല, കർത്താവിന് വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ നിന്റെ ശുശ്രൂഷയെ മാനിക്കുന്ന സ്വർഗത്തിലെ ദൈവം പ്രതിഫലം തരുന്നൊരു ദൈവമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാം, 5 പേരെ വെച്ച് 5.5 മണിക്കൂർ പ്രസംഗിച്ചിട്ടുണ്ട്. ഇപ്പോഴൊന്നല്ല, 5 പേര് 5.5 മണിക്കൂർ. ഈ ട്രിപ്പിൽ തന്നെ സാൻ ഫ്രാൻസിസ്കോയിൽ ഞാൻ പ്രൈസ് ഗോഡ് ഒരാഴ്ച മുഴുവൻ പ്രസംഗിച്ചത് 3 പേരോടാണ്. ആ സഭയിൽ 3 പേരേ ഉള്ളൂ. ഒരാഴ്ച മുഴുവൻ പ്രസംഗിച്ചത്. ഇത്രയും വലിയ ജനക്കൂട്ടത്തെയും വിട്ടേച്ചും അത് സഭായോഗവും വിട്ടേച്ചും അമേരിക്ക പോയി സാൻ ഫ്രാൻസിസ്കോ പ്രസംഗിച്ചത് 3 പേരാണ്. പക്ഷേ ഗുണമുണ്ട്, ഈ 3 പേരും ഇപ്പോൾ ബോർഡും പിടിച്ച് നിൽക്കുക. യേശു രക്ഷിക്കുന്നു, യേശു സൗഖ്യമാക്കുന്നു, യേശു വിടുവിക്കുന്നു. പോരെ, ഒരൊറ്റ ഒരുത്തം ഗുണപ്പെട്ടാൽ പോരെ, ഒറ്റ ഒരുത്തം ഗുണപ്പെട്ടാൽ പോരെ. ഇന്ന് പകൽക്കാലം നിന്റെ ശുശ്രൂഷ കൊണ്ട് അത് ഏൽക്കുന്നുണ്ടെങ്കിൽ, അത് ഫലിക്കുന്നുണ്ടെങ്കിൽ നിരാശപ്പെടല്ലേ. നിന്നെ മാനിക്കുന്ന ദൈവമുണ്ട്, നിന്നിൽ കൂടെ വിടുവിക്കുന്ന ദൈവമുണ്ട്. ആമേൻ. അപ്പം എനിക്ക് സന്തോഷം എന്നറിയാമോ, നമ്മുടെ ധ്യാനകേന്ദ്രത്തിലെ ഓരോ ടീച്ചേഴ്സിനെ ഓർക്കുമ്പോൾ എനിക്ക് വളരെ ബഹുമാനമുണ്ട്, സന്തോഷമുണ്ട്, സ്നേഹമുണ്ട്, ആദരവുണ്ട്. കാരണം 2 പേരാണേലും വന്ന് പഠിപ്പിക്കും. ഇതാ സുവിശേഷഭാരം, ഇതാ സുവിശേഷത്തിന് ലക്ഷണം. പ്രൈസ് ഗോഡ്. D.L. മൂഡി പ്രകാരം പറഞ്ഞു, ഞാൻ ഒരാളെ ഈ ലോകത്ത് മനുഷ്യനായിട്ടുണ്ടായിരുന്നുള്ളെങ്കിലും എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് മരിക്കുമായിരുന്നു. ശരിയല്ലേ? ഒരു മനുഷ്യൻ്റെ ആത്മാവ്, അതിൻ്റെ വില മുഴു ലോകത്തേക്കാൾ വലുതാണെന്ന് മനസ്സിലാക്കിയവർക്കൊരു സ്തോത്രം പറയാം. ഒറ്റയാളെ ഉള്ളെങ്കിലും ഈ ലോകത്തെ മുഴുവനും നമ്മൾ അഭിസംബോധന ചെയ്യുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. പ്രൈസ് ഗോഡ്. അപ്പോൾ ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. നമുക്ക് ദൈവ സ്തോത്രം, ദൈവം തന്നിരിക്കുന്ന സാഹചര്യങ്ങൾ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഇവിടെ ഒരു ഹിന്ദി ബൈബിൾ സ്കൂളിൽ അറിയാമല്ലോ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോഴുള്ള സിറ്റുവേഷൻ ഞാൻ പറയാം. സാധാരണഗതിയിൽ ഇവിടെ നിന്ന് പോകുന്ന പിള്ളേർ ചെന്ന് പറഞ്ഞിട്ട് വേണം ഇങ്ങോട്ട് ആൾ വരാൻ. പ്രൈസ് ഗോഡ്. ആര് കളിച്ചതാണെന്ന് എനിക്കറിയത്തില്ല. ഏതോ കളി നടന്നു. ഇവിടെ നിന്ന് പതിവായിട്ട് ഇവിടെ വന്നുകൊണ്ടിരുന്ന സ്ഥലത്ത് നിന്നെല്ലാം വിളിച്ചു പറഞ്ഞു, ആരും പിള്ളേർ വരുന്നില്ല അങ്ങോട്ട്, ആരും പിള്ളേർ വരുന്നില്ല. ഞാൻ അന്വേഷിക്കാൻ പോയില്ല. ആരയക്കുന്നേ? കർത്താവല്ലേ. എടാ, ദൈവം അയച്ചിട്ട് ഒരുവന് വന്നു എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അയക്കുന്നത് ദൈവമാണ്. ഞാൻ മിണ്ടാൻ പോയില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇപ്പോഴത്തെ കാര്യം പറയാം. ആദ്യത്തെ ബാച്ചിലുണ്ടായിരുന്നത് എത്ര പേരാന്ന് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ബൈബിൾ കോളേജിൽ ആദ്യത്തെ ബാച്ചിലുണ്ടായിരുന്നത് എത്ര പേരാന്ന്? എന്തോ? രണ്ടാമത്തെ ഓർമ്മയുണ്ടോ? മൂന്നാമത്തെ ഉണ്ടോ? എനിക്ക് തോന്നുന്നു നമ്മുടെ തോട്ടപ്പള്ളിക്ക് ഓർമ്മ കാണുമായിരിക്കും ഏതാണ്ട്, അല്ലേ? ഉണ്ടോ? അല്ല, 3rd ബാച്ചിലാണ് കയറിയത്, ഓർമ്മ കാണത്തില്ല. എന്നാൽ കഴിഞ്ഞ ബാച്ച് വെറും 18 പേരെ ഉണ്ടായിരുന്നുള്ളൂ. 18 പേര്. അപ്പോൾ ഈ 18 പേര് പോയിട്ട് അതിന് മുമ്പത്തെ ബാച്ച് 22 ഉണ്ടായിരുന്നു. അതിന് മുമ്പത്തെ ബാച്ചിൽ 26 ഉണ്ടായിരുന്നു. അതിന് മുമ്പത്തെ ബാച്ചിൽ 30 ഉണ്ടായിരുന്നു. അപ്പോൾ 30, 26, 22, 18. ഇനി അടുത്ത എത്ര ഇരിക്കും? കണക്കറിയത്തില്ലേ നിങ്ങൾക്ക്? 30, 26, 22,
18. ഇനി അടുത്ത എത്ര ആകാനാ സാധ്യത? 16 അല്ലേ? അല്ലേ? ആമേൻ, പ്രൈസ് ഗോഡ്. 33 ഇപ്പോൾ ട്രെയിനേ വന്നുകൊണ്ടിരിക്കുക. തീർന്നില്ല, വേറൊരു 10-15 വരാൻ തുടങ്ങിയേക്കുക. തീർന്നില്ല, പ്രൈസ് ഗോഡ്. ഞങ്ങൾ പോന്നോട്ട് ഇന്നലെ ഒരു 6 എന്നെ വിളിച്ച് ചോദിച്ചു. ഞാൻ പറഞ്ഞു എല്ലാം പോന്നോളാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാം സൗജന്യമായി കിട്ടി, സൗജന്യമായി കൊടുക്കും. എത്ര പേർ വിശ്വസിക്കുന്നു? ദൈവം 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 ദൈവമാണ് വളരുമാറാക്കുന്നത്. അപ്പല്ലോസ് നട്ടു, പൗലോസ് നനച്ചു, പൗലോസ് നട്ടു, അപ്പല്ലോസ് നനച്ചു. ദൈവം അത്രേ വളരുമാറാക്കുന്നത്. എടാ, ഒരുത്തൻ്റെയും സഹായം കൊണ്ടല്ല ഇത് വളരാൻ പോകുന്നത്. ഇത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരുണ കൊണ്ടാണ്. ഇപ്പം നമ്മളില്ലെങ്കിൽ നടക്കത്തില്ലെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അവന് നഷ്ടം. മനസ്സിലായോ? അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാമോ? പറഞ്ഞ സമയത്ത് ചെന്ന് നമ്മുടെ ശുശ്രൂഷ അങ്ങ് ചെയ്തിട്ട് പോര്. നിൻ്റെ ദൈവം പറയുന്ന സമയത്ത് വന്ന് നിന്നെ അങ്ങ് സഹായിക്കുകയും ചെയ്യും. നിന്നെ മാത്രമല്ല, നിൻ്റെ മക്കളെയും സഹായിക്കും. അവിടെ അല്ല, മക്കളെയും സഹായിക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. മാത്രമല്ല, നിനക്ക് ഇങ്ങനെയൊക്കെ അങ്ങ് ഓടുമ്പോൾ കിട്ടുന്ന ആരോഗ്യം എന്തായിരിക്കും എന്നറിയോ? ഭയങ്കര ആരോഗ്യമാണ്. പ്രൈസ് ഗോഡ്. ഞാൻ അനുഭവത്തിൽ നിന്ന് പറയുക, എവരി 3rd ഡേ ഫ്ലൈറ്റിലാണ്. പ്രൈസ് ഗോഡ്. പോകുന്നത് എത്ര മണിക്കൂറാണ്? 7 മണിക്കൂറൊക്കെയാണ് യാത്ര, ഒറ്റ സ്ട്രെച്ച്. അമേരിക്ക എന്ന് പറഞ്ഞാൽ 4 ടൈം സോണിൽ കിടക്കുന്ന സ്ഥലമാണ്. ജിബിയുടെ അവിടെ 11 ആയിരിക്കുമ്പോൾ ദൈവം ബോസ്റ്റണിൽ രാത്രി വെളുപ്പാങ്കാലത്ത് 3 മണിയായിരിക്കും, 3:30 മണി, 2:30 മണിയായിരിക്കും. അത്ര വ്യത്യാസത്തിൽ കിടക്കുന്ന സ്ഥലമാണ്. ഇന്ത്യയുടെ 4 ഇരട്ടി നീളത്തിൽ കിടക്കുന്ന സ്ഥലമാണ്. പ്രൈസ് ഗോഡ്. ഇവിടുന്ന് ഡൽഹി പോകുന്നതിനേക്കാൾ ദൂരം നമുക്കറിയാം. 2-3 മണിക്കൂർ ഫ്ലൈറ്റ് ഇരിക്കണം. പ്രൈസ് ഗോഡ്. ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ലോസ് ഏഞ്ചലസിൽ നിന്ന് ദൈവത്തിന് സ്തോത്രം ന്യൂയോർക്കിലേക്ക്, ഫ്ലോറിഡയിൽ നിന്ന് ദൈവത്തിന് സ്തോത്രം മിനിസോട്ടയിലേക്ക്, ഇങ്ങനെ ഈ ചുറ്റും കിടന്ന് കറങ്ങി. എങ്ങനെയെന്നറിയാമോ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. 3 ദിവസം പ്രസംഗിച്ചാൽ 4-ാം ദിവസം വീണ്ടും ഫ്ലൈറ്റിലോട്ടാണ്. അത് ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അന്ന് പ്രസംഗിച്ചാൽ അതിൻ്റെ പിറ്റേ ദിവസം, അതിൻ്റെ പ്രസംഗിച്ച് പിന്നത്തെ ദിവസം ഫ്ലൈറ്റിലോട്ടാണ്. ഇരിപ്പുണ്ടായില്ല. പ്രൈസ് ഗോഡ്. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പക്ഷേ ഒരു കാര്യം പറയാം, ഒറ്റ പ്രസംഗം മുടങ്ങിയില്ല. പനി പിടിച്ചു, ചുമ പിടിച്ചു, ജലദോഷം വന്നു, പാലപ്രശ്നം വന്നു, കാലേനീര് വന്നു, എല്ലാ പ്രശ്നവും വന്നു. പക്ഷെ ഒറ്റ ശുശ്രൂഷ മുടങ്ങിയില്ല. കാരണം വിഘ്നം കൂടാതെ ചെയ്യേണ്ട ഒരു പണിയുണ്ടെങ്കിൽ അത് സുവിശേഷ വേലയാണ്. അത് സുവിശേഷ വേലയാണ്. മനസ്സിലാക്കുന്നവരെ കരമുയർത്തി ഒരു വലിയ ഹല്ലേലൂയ പറഞ്ഞാട്ട്. അങ്ങനെ അങ്ങോട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ ഒരു ഗുണം എന്നറിയാമോ? കാലുവേദനയുമായിട്ട് ഇറങ്ങും, സൗഖ്യവുമായിട്ട് തിരിച്ചു വരും. കൈവേദനയുമായിട്ട് ഇറങ്ങും, സൗഖ്യവുമായിട്ട് തിരിച്ചു വരും. നെഞ്ചുവേദനയുമായിട്ട് പ്രസംഗിക്കാൻ തുടങ്ങും, സൗഖ്യമായിട്ട് തിരിച്ചു വരും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നിങ്ങൾ വിചാരിക്കും ഈ നെഞ്ചുവേദനയെ പറ്റിയുള്ള പ്രശ്നം എന്നറിയാം. ഓരോ സ്ഥലത്തും ചെല്ലുമ്പോൾ ഈ പെട്ടി ചുമ്മണം. ഞാൻ ഗ്രേസിക്ക് പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഒരു ചെറിയ പെട്ടിയുണ്ട്, അവൾ അത് പിടിക്കും, ബാക്കി ഞാൻ ചുമ്മണം. പ്രൈസ് ഗോഡ്. ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇറങ്ങ്. എത്ര പേര് കർത്താവിന് വേണ്ടി ഇറങ്ങാനായിട്ട് ഈ ദിവസങ്ങളിൽ ഈ പട്ടണം, എറണാകുളം പട്ടണം യേശുവിന് വേണ്ടി പിടിക്കാൻ എത്ര പേര് തയ്യാറാകും? പ്രൈസ് ഗോഡ്. അങ്ങനെ ഒത്തിരി പറഞ്ഞാൽ അങ്ങ് പോവും. ഹല്ലേലൂയ. ഒരു കാര്യം ഞാൻ പറയാം, ദൈവത്തിന് സ്തോത്രം. എവിടെയൊക്കെ തകർക്കുമെന്ന് ശത്രു വിചാരിച്ചു, അവിടെയെല്ലാം പണിയുന്നൊരു ദൈവമുണ്ട്. സഭയിൽ പണിയും, വീട്ടിൽ പണിയും, ബൈബിൾ കോളേജിൽ പണിയും, ധ്യാന കേന്ദ്രത്തിൽ പണിയും, നിന്റെ തലമുറയിൽ പണിയും, നിന്റെ ജോലിയിൽ പണിയും, നിന്റെ ബിസിനസ്സിൽ പണിയും, നീ തൊടുന്നിടത്തെല്ലാം പണിയും പണിയും പണിയും. ശത്രു ഇടിച്ചതിനെ പണിതെടുക്കുന്ന ദൈവകൃപ വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽക്കാലം വ്യാപരിക്കട്ടെ. ആമേൻ. എനിക്ക് വലിയ സന്തോഷമുണ്ടൊരു കാര്യം. കാരണം കർത്താവ് പറഞ്ഞാൽ അങ്ങ് കണ്ണുടച്ച് വിശ്വസിക്കാൻ എനിക്ക് ഒരു മടിയുമില്ല, ഒരു പേടിയുമില്ല. കാരണം എന്താണെന്ന് അറിയാമോ? കർത്താവ് പറഞ്ഞ പോലെ ഞാൻ വാച്ചിനേറ്റ് സർവീസിൽ പറഞ്ഞു, ഈ വർഷം ഭയങ്കര ചൂടായിരിക്കും, ഭയങ്കര തണുപ്പും മഴയുമായിരിക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞാൻ പോകുന്നതിൻ്റെ തലയാഴ്ച മറ്റേ അത് ആവർത്തിച്ച് പറഞ്ഞു. പക്ഷേ പിറ്റേ ദിവസത്തെ പത്രക്കാർ പറഞ്ഞു ഈ വർഷം മഴ കുറവായിരിക്കും. പ്രൈസ് ഗോഡ്. എന്നോട് സുരേഷ് വിളിച്ചിട്ട് പറഞ്ഞു, പത്രത്തിൽ പാസ്റ്റർ ഇങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ പത്രക്കാർ വല്ലതും പറയും, എൻ്റെ കർത്താവ് പറഞ്ഞ പോലെ കാര്യം നടക്കും. പ്രൈസ് ഗോഡ്. പ്രകൃതി നിരീക്ഷണക്കാരുടെ കയ്യിലല്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കാലാവസ്ഥ നിരീക്ഷകരുടെ കയ്യിലല്ല, എൻ്റെ യേശുവിൻ്റെ കയ്യിലാണ്. പ്രകൃതി മുഴുവൻ, ഭൂലോകം മുഴുവൻ, സൂര്യ ചന്ദ്ര നക്ഷത്ര സകല പ്രപഞ്ചവും യേശുവിൻ്റെ കയ്യിലാണെന്ന് വിശ്വസിക്കുന്നവർക്ക് സ്തോത്രം ചെയ്ത് ആരാധിക്കുക. അങ്ങനെയാണെങ്കിൽ കർത്താവ് പറഞ്ഞ് നടക്കും. എന്നോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നടക്കും. എനിക്ക് നല്ല നിശ്ചയമാണ്, ഒരു സംശയവുമില്ല. അതുകൊണ്ട് ഒരു അങ്കലാപ്പുമില്ല. ആകാശം ഇടിഞ്ഞ് വീണെന്ന് പറഞ്ഞാൽ ഞാൻ പറയും അത് വീഴട്ടെ, ഇപ്പുറത്തെ ദൈവം വേറൊന്ന് പണിയും. എത്ര പേർക്ക് ഉറപ്പുണ്ട്? എത്ര പേർക്ക് ഉറപ്പുണ്ട്? നിന്റെ ആകാശ സൗധങ്ങൾ ഇടിഞ്ഞു വീണാലും, മനക്കോട്ടകൾ ഇടിഞ്ഞു വീണാലും, നീ ജീവൻ കൊടുത്ത് കെട്ടിപ്പിക്കുക, ചിലത് തകർന്നു വീണാലും ഭാരപ്പെടല്ലേ. ഈ മന്ദിരം ഇടിപ്പീൻ, 3-ാം നാൾ ഞാൻ അതിനെ പണിയുമെന്ന് പറഞ്ഞവൻ എൻ്റെ ദൈവം, എൻ്റെ ദൈവം, നിന്റെ ദൈവം, നിന്റെ ദൈവം പണിയും. അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും കുലുങ്ങാതെ അങ്ങിരുന്നു. പ്രൈസ് ഗോഡ്. ഒന്നും വന്നാലും എന്ത് ചെയ്യണം? കുലുങ്ങരുത്. പ്രൈസ് ഗോഡ്. നിങ്ങൾക്കറിയാലോ, നമ്മുടെ
ക്യാമ്പ്, കുട്ടിക്കാനത്ത് നടന്ന ക്യാമ്പ് തകർത്ത് കളയാനായിട്ട് കൊടുങ്കാറ്റ് അങ്ങോട്ട് അടിച്ചു. പ്രൈസ് ഗോഡ്. എല്ലാവരും എന്ത് ചെയ്യും. ആ വർഷത്തെ ക്യാമ്പിൻ്റെ വലിയൊരു അനുഗ്രഹം ഓർമ്മയുണ്ടല്ലോ. ഇവൻ റൂഫേ കൊണ്ടുപോകത്തുള്ളൂ, ബാക്കി മതി നമുക്ക്. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, ആമേൻ, ഹല്ലേലൂയ. അപ്പം അങ്ങനെ സുവിശേഷ യാത്രയും കൊച്ചിൻ്റെ യാത്രയും എല്ലാം കഴിഞ്ഞ് ഞങ്ങളിവിടെ എത്തി. ഇന്ന് ദൈവസ്തോത്രം നമ്മൾ വായിച്ച സങ്കീർത്തനത്തിൻ്റെ ചില കാര്യങ്ങൾ നിങ്ങളുടെ തന്നെ ഓർപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവസ്തോത്രം, ഹല്ലേലൂയ. 17-ാം വാക്യം. ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും. ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും. പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, ചിരിക്കുന്നവനെ കണ്ടാൽ നമ്മൾ വേണമെങ്കിൽ ചില ചോദിക്കാറുണ്ടല്ലേ, എന്നാടാ കിടന്ന് ചിരിക്കുന്ന വട്ടുണ്ടോ അല്ലേ? നമ്മുടെ പിള്ളേരോട് പോലും ചോദിക്കാറുണ്ട് ചിലപ്പോൾ, എന്താണ് കിടന്ന് ചിരിക്കുന്നത്, വട്ടുണ്ടോ? പ്രൈസ് ഗോഡ്. എന്ന് പറഞ്ഞാൽ ചിരിക്കുക എന്നുള്ളത് നമ്മൾ ധരിച്ചു വെച്ചേക്കുന്നത് ആരുടെ ലക്ഷണം? എന്തോ വട്ടന്മാരുടെ ലക്ഷണമാണ്. ചിരിക്കല്ലേ അധികം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്നാൽ കരയുന്നവനെ കണ്ടിട്ട് കരയുന്ന വട്ടുണ്ടോ എന്ന് ചോദിക്കാറുണ്ടോ? ഇല്ല, ചോദിക്കാറില്ല. കാരണം നമുക്കറിയാം, കാരണം കാണും. ദാവീദിന് രാവിലെ കരയാൻ കാരണമുണ്ടായിരുന്നു, ഉച്ചയ്ക്ക് കരയാൻ കാരണമുണ്ടായിരുന്നു, വൈകുന്നേരവും കരയാൻ കാരണമുണ്ടായിരുന്നു. പ്രൈസ് ഗോഡ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെച്ചാൽ പുള്ളി എന്ത് ചെയ്യുന്നു? കരയും. ഉച്ചയ്ക്ക് ചോറ് വിളമ്പി വെച്ചാൽ അതിന് മുമ്പ് ഇരുന്ന് കരയും. വൈകുന്നേരത്തെ ചപ്പാത്തി എടുത്ത് വെച്ചാൽ അതിന് മുമ്പ് ഇരുന്ന് കരയും. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ കരയുന്ന പ്രശ്നമായിട്ട് ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കാൻ പോയി, ഇന്ന് രാവിലെ ഒന്നും കഴിച്ച് കാണത്തില്ല, ഇന്നലെ രാത്രി അത്താഴത്തിന് മുമ്പ് ഇന്ന് കരഞ്ഞോ? മിനിയാന്ന് ഇന്നലെ ഉച്ചയ്ക്ക് ചോറ് വിളമ്പി വെച്ചും കരഞ്ഞോ? ഞാൻ പകുതി എണ്ണത്തിനെ ഇവിടെ കണ്ടതാ, അമ്പിച്ചാൻ്റെ അവിടുത്തെ കല്യാണം. ഒറ്റ എണ്ണം കരയുന്നില്ല. എന്തൊരു ഹാപ്പി ആയിരുന്നു അറിയാമോ? നല്ല ഒന്നാം തരം ഷാപ്പാടായിരുന്നു അമ്പിച്ചാ. പ്രൈസ് ഗോഡ്. അപ്പം കരഞ്ഞില്ല. കാലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും കടലയും പുട്ടും ഒക്കെ എടുത്ത് വെച്ചും കരഞ്ഞ വല്ലതും ഉണ്ടോ? ഉണ്ടെങ്കിൽ പറ. ഞാൻ ചോദിക്കുന്നു, കഴിഞ്ഞ ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെച്ചിട്ടും ഉച്ചയ്ക്ക് ചോറെടുത്ത് വെച്ചിട്ട് രാത്രി ഇങ്ങനെ കരഞ്ഞ് കഴിച്ചവരാരെങ്കിലും ഉണ്ട്? കൈവയ്ക്ക്. ഒറ്റ എണ്ണം ഇല്ല. ഉണ്ടെന്ന് പറഞ്ഞ വിവരം അറിയും. ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ദാവീദിന് വന്ന അത്രയും ദുഃഖം നമുക്ക് വന്നിട്ടില്ല ദൈവമക്കളെ, വരുത്തുകയുമില്ല. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും സങ്കടം ബോധിപ്പിച്ച് കരയത്തക്കവണ്ണം ദാവീദിൻ്റെ ജീവിതത്തിൽ കഷ്ടമവിച്ച ദൈവം, ദാവീദിൻ്റെ ഗോത്രത്തിൽ ജനിച്ച യേശു കഷ്ടമനുഭവിച്ചപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. അവൻ കഷ്ടമനുഭവിച്ചവ നിന്റെ കഷ്ടമെടുത്ത് മാറ്റാൻ, അവൻ വേദന അനുഭവിച്ചവ നിന്റെ വേദന അനുഭവിച്ച് മാറ്റാൻ സാക്ഷാൽ നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. അപ്പം കർത്താവ് നമുക്ക് വേണ്ടി എല്ലാം സഹിച്ചു. എന്നാ പറഞ്ഞറിയാം? ഇനി ഒരു ചെറിയ ഡോസൊക്കെ ഇടയ്ക്ക് വരത്തുള്ളൂ, പേടിക്കണ്ട, അതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തോളാം? വിടുവിച്ചോളാം. എന്തൊരു ദൈവമല്ലേ! ചെറിയ പ്രശ്നമൊക്കെ വരത്തുള്ളൂ, പേടിക്കണ്ട, അതിൽ നിന്ന് ഞാൻ 6 കഷ്ടങ്ങളിൽ നിന്ന് ഞാൻ നിന്നെ വിടുവിക്കും. 7-ാമത്തേതിലോ തിന്മ നിന്നെ തുടർന്നില്ല. യേശുവിൻ്റെ നാമത്തിൽ ഉടമര ഹതുര ജപന ദകല രഗട സന്ദർ ഖൗഡേ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങളെ തൊടാതെ കണ്ട് കഷ്ടങ്ങൾ ഓടിപ്പോകട്ടെ. അപ്പം എന്ത് കഷ്ടം വന്നാലും അതുകൊണ്ടാണ് കഷ്ടതയിലും പാടുവാൻ, ദുഃഖം മുതൽ കൊണ്ടാടുവാൻ ആമേൻ തുഷ്ടി അരുളുക നാഥനെ എന്ന് പാടുക മാത്രമല്ല, തുഷ്ടിയോടെ അങ്ങ് സന്തോഷമായിട്ടിരിക്കുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പം ഞാൻ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരത്തും സങ്കടം ബോധിപ്പിച്ച് കരയും. ദാവീദ് ഇത് കരയാനുണ്ടായ കാരണമെന്ന് ചോദിച്ചാൽ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. സുരേഷ് പ്രാർത്ഥിച്ചപ്പോൾ അത് തൊട്ടുപോയി. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. കരയാനുണ്ടായ കാരണം എന്തെന്നറിയാമോ? ആമേൻ, ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്. നിങ്ങൾ 2 ശമൂവേൽ 15-ാം അധ്യായം 31-32 വാക്യങ്ങൾ വായിക്കാം. 2 ശമൂവേൽ 15-ാം അധ്യായം 31-32 വാക്യങ്ങൾ. അബ്ശാലോമിനോട് കൂടെയുള്ള കൂട്ടുകെട്ടുകാരിൽ അഹീഥോഫേലും ഉണ്ടെന്ന് ദാവീദിന് അറിവ് കിട്ടിയപ്പോൾ, അബ്ശാലോമിനോട് കൂടെയുള്ള കൂട്ടുകെട്ടുകാരിൽ ആമേൻ അഹീഥോഫേലും ഉണ്ടെന്ന് ദാവീദിന് അറിവ് കിട്ടിയപ്പോൾ, യഹോവേ
അഹീതോഫേലിന്റെ ആലോചനയെ അബദ്ധമാക്കണമേ എന്ന് പറഞ്ഞു. യഹോവയെ അഹീതോഫേലിൻ്റെ ആലോചനയെ അബദ്ധമാക്കണമെന്ന് പറഞ്ഞു. കാരണം ദാവീദിൻ്റെ മന്ത്രിയായി പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് അഹീതോഫേൽ. അഹീതോഫേൽ പറയുന്ന ആലോചന ദൈവത്തിൻ്റെ അരുളപ്പാട് പോലെ ആയിരുന്നു അവിടെ എഴുതിയിരിക്കുന്നത്. അവൻ വളരെ ബുദ്ധിയുള്ളവനായിരുന്നു. അവൻ പറയുന്നതെല്ലാം കറക്റ്റായിരിക്കും. അതുകൊണ്ട് ദാവീദിന് ഭയപ്പെട്ടു പോയി. കാരണം തൻ്റെ മകൻ തന്നോട് എതിർത്ത് നിൽക്കുന്ന, തൻ്റെ സിംഹാസനം പിടിച്ചടക്കുവാൻ നിൽക്കുന്ന, തൻ്റെ കഴുത്ത് വെട്ടാൻ നിൽക്കുന്ന, തന്നെ നശിപ്പിക്കാൻ നിൽക്കുന്ന സ്വന്തം മകൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, അവൻ്റെ കൂടെ അഹീതോഫേലുമുണ്ട്. പ്രൈസ്. നിങ്ങളൊരു സത്യം മനസ്സിലാക്കണം കേട്ടോ. ഇന്ന് ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളോട് ഞാൻ പറയട്ടെ, ആശ്വാസത്തിനോട് ഞാൻ പറയുകയാണ്, നിങ്ങളുടെ മക്കളിൽ ആരെങ്കിലും അബ്ശാലോമിനെ പോലെ നിങ്ങൾക്ക് എതിരായി എവിടെയെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരോട് പ്രൈസ് ഗോഡ് ഹല്ലെ പ്രയാസം തോന്നല്ലേ. അവർക്ക് ആലോചന പറഞ്ഞു കൊടുക്കുന്ന ചില അഹീതോഫേലുമാരുണ്ട്. ഇന്ന് യേശു അവരുടെ ആലോചനകളെ വ്യർത്ഥമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്ക്. നിന്റെ തലമുറകൾക്ക് അവൻ അന്യമായ ഉപദേശങ്ങളെ കൊടുത്തുകൊണ്ട്, അന്യമായ വഴികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരെ വഴിതെറ്റിക്കാൻ നിൽക്കുന്ന ദുഷ്ടശക്തികളുടെ മേൽ ജയമെടുക്കാൻ ഇന്ന് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചാട്ട് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങളുടെ തലമുറയെ വഴിതെറ്റിക്കാൻ നിൽക്കുന്ന ദുഷ്ട കൂട്ടുകെട്ടുകളെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ശാസിക്കുകയാണ്. പ്രാർത്ഥിച്ചോണം. നിന്റെ തലമുറയുടെ വഴിതെറ്റിക്കാൻ നിൽക്കുന്ന ദുഷ്ട കൂട്ടുകെട്ടുകൾ ഇന്ന് നാട്ടിൽ അവിടെ ഇങ്ങനെ കാത്തിരിക്കുക. അതുകൊണ്ട് പ്രാർത്ഥിച്ചോണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അതുകൊണ്ട് ഹല്ലേലൂയ, ഇൻഡിവിജ്വലായിട്ട് ഇതും അഡ്ജസ്റ്റ് ചെയ്താൽ മതി, അതിൽ അഡ്ജസ്റ്റ് ചെയ്യണമെന്നില്ല മാസ്റ്റർ. പ്രൈസ് ഗോഡ്. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ദൈവമക്കളെ, നിൻ്റെയും ജീവിതത്തിൽ ഒരു അഹീതോഫേൽ വന്നാലും പേടിക്കണ്ട, അവൻ്റെ ആലോചനയെ വ്യർത്ഥമാകും. ദാവീദ് പ്രാർത്ഥിച്ചു, കർത്താവേ അഹീതോഫേലിൻ്റെ ആലോചനയെ വ്യർത്ഥമാക്കണമേ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അഹീതോഫേലിൻ്റെ ആലോചനയെ വ്യർത്ഥമാക്കണമേ. ദൈവത്തിന് സ്തോത്രം. ഒന്ന് ഡംപ് ചെയ്തിട്ട് എടുത്തും കേട്ടെ. പ്രൈസ് ഗോഡ്. മനസ്സിലായോ? അഹീതോഫേലിൻ്റെ ആലോചനയെ വ്യർത്ഥമാക്കണമേ. ദാവീദ് പ്രാർത്ഥിച്ചു. എന്നിട്ട് എവിടെ ചെന്ന് കാര്യം അവസാനിച്ചെന്നറിയാമോ? ആ പ്രാർത്ഥനയുടെ മറുപടി 18-ാം അധ്യായം. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. 14 മുതൽ 19 വരെ ഒന്ന് വായിച്ചേ. എന്നാൽ യോവാബ്, ഞാൻ ഇങ്ങനെ നിന്നോട് സംസാരിച്ച് നേരം കളകി. ഒരു മിനിറ്റ്. രണ്ട് ശമൂവേൽ 17-ാം അധ്യായം 23-ാം വാക്യം. എന്നാൽ അഹീതോഫേൽ തൻ്റെ ആലോചന നടന്നില്ല എന്ന് കണ്ടപ്പോൾ കഴുതപ്പുറത്ത് കോപ്പിട്ട് കയറി തൻ്റെ പട്ടണത്തിൽ വീട്ടിലേക്ക് ചെന്ന് വീട്ടുകാര്യം ക്രമപ്പെടുത്തിയ ശേഷം കെട്ടി ഞാന്ന് മരിച്ചു. തൻ്റെ ആലോചന നടന്നില്ലെന്ന് കണ്ടപ്പോൾ വീട്ടിൽ ചെന്ന് ഗ്രഹകാര്യം ക്രമത്തിലാക്കി കെട്ടി ഞാന്ന് ചമരിച്ചു. അഹീതോഫേലിൻ്റെ ആലോചന വ്യർത്ഥമാക്കണമെന്നേ പ്രാർത്ഥിച്ചുള്ളൂ. പക്ഷേ അഹീതോഫേലിനെ തന്നെ അങ്ങ് കച്ചവടം തീർത്തു കളഞ്ഞു ദൈവം. അതാണ് ദാവീദിൻ്റെ പ്രാർത്ഥനയുടെ ഗുണം. ദാവീദ് പ്രാർത്ഥിച്ച പ്രാർത്ഥന ഒന്ന് എടുത്ത് നോക്കി നിങ്ങൾ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. 1-ാം വാക്യം നിർന്ന് വായിച്ചേ. ദൈവമേ, എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ, എൻ്റെ യാചനയ്ക്ക് മറഞ്ഞിരിക്കരുതേ. എനിക്ക് ചെവി തന്ന് ഉത്തരമരുളണമേ. ശത്രുവിൻ്റെ ആരവം നിമിത്തവും ദുഷ്ടന്റെ പീഡ നിമിത്തവും ഞാൻ എൻ്റെ സങ്കടത്തിൽ പൊറുതിയില്ലാതെ ഞരങ്ങുന്നു. അവർ എൻ്റെ മേൽ നീതികേട് ചുമത്തുന്നു, കോപത്തോടെ എന്നെ ഉപദ്രവിക്കുന്നു. എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ വേദനപ്പെട്ടിരിക്കുന്നു. മരണഭീതിയും എൻ്റെ മേൽ വീണിരിക്കുന്നു. ദാവീദിനെ തട്ടുന്നു. ഷുവറാ. അടുത്ത് ഭയവും വിറയലും എന്നെ പിടിച്ചിരിക്കുന്നു. പരിഭ്രമം എന്നെ മൂടിയിരിക്കുന്നു. പ്രാവിനുള്ളതുപോലെ എനിക്ക് അവിടെ നിർത്തിയാട്ടെ. ദൈവമക്കളെ, ഈ ജീവിതത്തിൽ കഷ്ടം വരുമ്പോൾ ഈ പറഞ്ഞതുപോലെയൊക്കെ സംഭവിക്കും. എനിക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ചില വിഷയങ്ങളുടെ പുറത്ത് ഈ ദാവീദിന് വന്ന പോലെയൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. നിങ്ങൾക്കും ഉണ്ടാവും. പക്ഷെ ഒരു കാര്യം പറയാം, ദാവീദ് തകർന്നു പോയില്ല, ഞാനും തകർന്നു പോയില്ല, നിങ്ങളും തകർന്നു പോകത്തില്ല. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യാം. വിവരിക്കാൻ നേരമില്ല. അടുത്തത്. പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നുവെങ്കിൽ എന്നാൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അത് ഞാൻ ദൂരത്ത് സഞ്ചരിച്ച് മരുഭൂമിയിൽ പാർക്കുമായിരുന്നു. കൊടുങ്കാറ്റിൽ നിന്നും പെരുങ്കാറ്റിൽ നിന്നും ബന്ധപ്പെട്ട് ഞാനൊരു സംഗീതത്തിലേക്ക് ഓടിപ്പോകുമായിരുന്നു. കുറിച്ച് പറയുന്നത് കൊടുങ്കാറ്റും പെരുങ്കാറ്റും. കൊടുങ്കാറ്റ് എന്നറിയാം അബ്ശാലോം, പെരുങ്കാറ്റ് എന്നറിയാം അഹീതോഫേൽ. രണ്ടും കൂടെ അടിക്കുക, കൊടുങ്കാറ്റും പെരുങ്കാറ്റും.
പ്രൈസ് ഗോഡ്. കൊടുങ്കാറ്റ് അബ്ശാലോം, പെരുങ്കാറ്റ് അഹിതോഫേൽ. കൊടുങ്കാറ്റെന്ന് പറഞ്ഞാൽ ഭയങ്കര ശക്തിയോടെ അടിക്കുന്നത്, പെരുങ്കാറ്റെന്ന് പറഞ്ഞാൽ പെരുകി വരുന്നത്. ഇവനിങ്ങനെ പെരുക്കി കൊടുക്കുക, മനസ്സിലായോ? പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, പെരുക്കുന്നവനെയും കൈകാര്യം ചെയ്യും, അടിക്കുന്നവനെയും കൈകാര്യം ചെയ്യും. ഇന്ന് പകൽക്കാലം നിനക്കെതിരായി അടിച്ചുകൊണ്ടിരിക്കുന്ന കൊടുങ്കാറ്റുകളെ, പെരുങ്കാറ്റുകളെ സ്വർഗത്തിലെ ദൈവത്തിന് വിട്ടുകൊടുക്കുക. അവൻ കൈകാര്യം ചെയ്യുന്നത് കാണാൻ സാധിക്കും. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ കർത്താവാം ദൈവമേ, ഔദ്യോഗിക തലത്തിൽ അടിച്ചുകൊണ്ടിരിക്കുന്ന ചില കൊടുങ്കാറ്റുകളെ, ചില പെരുങ്കാറ്റുകളെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു. ബിസിനസ് രംഗത്ത് അടിച്ചുകൊണ്ടിരിക്കുന്ന ചില കൊടുങ്കാറ്റുകളെ, ചില പെരുങ്കാറ്റുകളെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു. കുടുംബ ജീവിതത്തിൽ അടിച്ചുകൊണ്ടിരിക്കുന്ന ചില കൊടുങ്കാറ്റുകളെ, ചില പെരുങ്കാറ്റുകളെ ഞാൻ ശാസിക്കുന്നു. തലമുറകളുടെ വിഷയങ്ങളിൽ അടിച്ചുകൊണ്ടിരിക്കുന്ന ചില കൊടുങ്കാറ്റുകളെ, ചില പെരുങ്കാറ്റുകളെ ഞാൻ ശാസിക്കുന്നു. അഴിയട്ടെ, അഴിയട്ടെ, അഴിയട്ടെ. കെട്ടുകളും ബന്ധനങ്ങളും അഴിയട്ടെ. തലമുറകൾ സ്വതന്ത്രമാകട്ടെ. ബിസിനസ് സ്വതന്ത്രമാകട്ടെ. ജോലിയിൽ പ്രശ്നം മാറട്ടെ. കുടുംബത്തിൽ വിഷയങ്ങൾ മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഈ പറഞ്ഞ വിഷയങ്ങളുള്ളവർ ഇന്ന് ഇത് ഏറ്റെടുത്തോണം. 3-4 കാര്യങ്ങൾ പറഞ്ഞു. കുടുംബത്തിൽ വിഷയം, തലമുറയിൽ വിഷയം, ജോലിയിൽ വിഷയം, ബിസിനസ്സിൽ വിഷയം. ഇവിടെയൊക്കെ കൊടുങ്കാറ്റും പെരുങ്കാറ്റും അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ദൈവത്തിന് സ്തോത്രം, എത്ര വല്ല കൊടുങ്കാറ്റായാലും, എത്ര വലിയ പെരുങ്കാറ്റായാലും എൻ്റെ യേശുവിന് ചുമ്മാ കൈ നീട്ടിയിട്ട് കാറ്റേ അടങ്ങുക, കടലേ അടങ്ങുക എന്നൊരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി. കാറ്റ് അമരും. ഇന്ന് പകൽക്കാലം ചില കാറ്റുകൾ അടങ്ങട്ടെ, ചില കാറ്റുകൾ അടങ്ങട്ടെ, ചില കാറ്റുകൾ അടങ്ങട്ടെ. യേശുവിൻ്റെ അധികാരം നാമത്തിൽ ആമേൻ, 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 ആമേൻ. അടങ്ങട്ടെ, അടങ്ങട്ടെ, അടങ്ങട്ടെ. ചില കാറ്റുകൾ ഇന്ന് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അടങ്ങട്ടെ. അടബ രഘുഡ ദലബര ഹത്തന അന്തുന ജബല ദരഗര ഹതന അസ്തൽ ഖൗഡേ ശകടക ജഗര അർമല ജൗന ധിലബല ഹർത്തൽ ഖൗഡ രബറബ. ശക്തിയോടെ ആരാധിക്കാം. ചില കാറ്റുകൾ അടങ്ങട്ടെ, ചില കാറ്റുകൾ അടങ്ങട്ടെ, ചില കാറ്റുകൾ അടങ്ങട്ടെ, ചില പെരുങ്കാറ്റുകൾ അടങ്ങട്ടെ, ചില കൊടും കാറ്റുകൾ അടങ്ങട്ടെ. ജീവിതത്തിൽ അടയ്ക്കുന്ന, തലമുറയിൽ അടിക്കുന്ന, ബിസിനസ്സിൽ അടിക്കുന്ന, സാമ്പത്തിൽ അടിക്കുന്ന, ആരോഗ്യത്തിൽ അടിക്കുന്ന, സമാധാനത്തിൽ അടിക്കുന്ന, സന്തോഷത്തിൽ അടിക്കുന്ന, ഓ ആരാധിച്ചാട്ടെ. അടങ്ങട്ടെ, അടങ്ങട്ടെ. ആരാധന ഉയരുമ്പോൾ ശത്രു അടങ്ങും. യേശു എഴുന്നേൽക്കുമ്പോൾ ശത്രു അടങ്ങും. യഹോവ എഴുന്നേൽക്കുന്നു, ശത്രുക്കൾ ചിതറിപ്പോകുന്നു. കൊടുങ്കാറ്റ്, പെരുങ്കാറ്റ്, അതെ, ചില ഭവനങ്ങളിൽ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കൊടുങ്കാറ്റടിക്കുന്നു, പെരുങ്കാറ്റടിക്കുന്നു. ഇല്ല, ഇത് അവസാനിക്കാൻ പോകുകയാണ്. ഇത് അവസാനിക്കാൻ പോകുകയാണ്. നിന്റെ യേശു, നീ ആരാധിക്കുന്ന ദൈവം, നീ വിശ്വസിക്കുന്ന ദൈവം ശക്തനാണ്. ഏറ്റെടുത്താട്ടെ, ഏറ്റെടുത്താട്ടെ, ഏറ്റെടുത്താട്ടെ. ശക്തനാണ്, ശക്തനാണ്, ശക്തനാണ്. യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനാര്. സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനാര്. കർത്താവേ, ദേവന്മാരിൽ നിനക്കു തുല്യനാര്. സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനാര്. കർത്താവേ, ദേവന്മാരിൽ നിനക്കു തുല്യനാര്. സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനാര്. യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല. ഇല്ല, ഇല്ല, യേശുവെ പോലാരുമില്ല. ഇല്ല, 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 യേശുവെ പോലാരുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനാര്. സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനാര്. കർത്താവേ, ദേവന്മാരിൽ നിനക്കു തുല്യനാര്. സ്വർഗത്തിലും ഭൂമി
നിനക്കു തുല്യനാര് കർത്താവേ, ദേവന്മാരിൽ നിനക്കു തുല്യനാര് സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനാര്. ആമേൻ. പ്രൈസ് ഗോഡ്. യേശുവിനെ പോലെ ആരുമില്ല. എത്ര കൊടുങ്കാറ്റായാലും എത്ര പെരുങ്കാറ്റായാലും ഇന്ന് നോക്കേണ്ടവന് നോക്കേണ്ടതുപോലെ ഒന്ന് നോക്കാമോ? ഇവിടെ വന്നിരിക്കുന്ന അതിഥികളടക്കമുള്ളവരോട് ഞാൻ പറയുകയാണ്, ഒരുപക്ഷെ വലിയ കാറ്റിൻ്റെ മധ്യയായിരിക്കും ഇവിടെ വന്നത്, കൊടുങ്കാറ്റിൻ്റെ മധ്യയായിരിക്കാം വന്നത്, പെരുങ്കാറ്റിൻ്റെ മധ്യയായിരിക്കാം വന്നത്. പക്ഷേ ഈ ഫെയ്ത്ത് സിറ്റിയിൽ ഇന്ന് ഇവിടെ ആരാധനയ്ക്ക് വന്നതുകൊണ്ട് ഇവിടെ നടകൊള്ളുന്ന യേശുവിൻ്റെ ശബ്ദം, മൺപടകളെ പ്രസവിക്കുമാറാക്കുന്ന ശബ്ദം, കാദേശ് മരുവിനെ നടുക്കുന്ന ശബ്ദം, ഹല്ലേലൂയ, വനങ്ങളെ തോലിരിക്കുന്ന ശബ്ദം, മൺപടകളെ പ്രസവിക്കുമാറാക്കുന്ന ദൈവ ശബ്ദം നിന്റെ പ്രശ്നത്തിന് മതിയായതാണെന്ന് വിശ്വസിക്കുന്നെങ്കിൽ കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞ് ആരാധിച്ചാട്ടോ. ആമേൻ. യേശു എനിക്ക് വേണ്ടി മതിയായവനാണ്. യേശു എനിക്ക് മതിയായവനാണ്. ഇന്ന് ഞാൻ ഇനി ദുഃഖത്തോടെ മടങ്ങിപ്പോകത്തില്ല, ഞാൻ സന്തോഷത്തോടെ മടങ്ങിപ്പോകും. ഞാൻ കരഞ്ഞുകൊണ്ട് ഇവിടെ വന്നു, ഇനി കരച്ചിൽ മാറി സന്തോഷത്തോടെ മടങ്ങിപ്പോകും. എത്ര പേരിന്ന് പകൽക്കാലം അത് തീരുമാനിക്കുന്നുണ്ട്? സങ്കല്പമല്ല കേട്ടോ, നടക്കാൻ പോകുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. നടക്കുമെന്ന് ഉറപ്പ് എത്ര പേർക്കുണ്ട്? ഞാൻ സന്തോഷത്തോടെ മടങ്ങിപ്പോകും. പ്രൈസ് ഗോഡ്. ഇടത്തെ കൈ ഒന്ന് പൊക്കി ദൈവത്തെ സ്തുതിക്കാൻ നോക്കല്ലേ, ശരിയല്ല കേട്ടോ. വലത്തെ കൈ കൊണ്ട് കുത്തി ചാരി അങ്ങോട്ട് കിടന്നുകൊണ്ട് ഇടത്തെ കൈ കൊണ്ട് കൊത്തി അത് സ്തുതിക്കാതിരുന്നാലും ഇതിന് കുഴപ്പമൊന്നുമില്ല. ഞാൻ തമാശ പറയുകയല്ല. ഞാൻ 2-3 കാര്യം പറയാം. ഞാൻ ഈ പ്രാവശ്യം അമേരിക്ക പോയപ്പം ഇവിടുത്തെ ആരാധന ഇതിൽ കൂടെ കാണുന്നുണ്ടായിരുന്നു. ഞാൻ ഒന്നുകൊണ്ട് കാര്യം പറയാം. ഈ പെന്തിക്കോസ്തുകാർക്ക് ഒരു കുഴപ്പമുണ്ട്. എല്ലാവരും കണ്ണടച്ചിരിക്കട്ടെ എന്ന് പറയുമ്പോൾ ഈ പുള്ളി എന്ത് ചെയ്യും? കണ്ണ് തുറന്നിരിക്കും. എല്ലാവരും കണ്ണ് തുറന്നിരിക്കാൻ പറഞ്ഞ് കേക്ക് ഇങ്ങോട്ട് ശ്രദ്ധിക്കുന്ന പറയുമ്പോൾ ഈ പുള്ളി കണ്ണടച്ചിരിക്കും. ഇത് ഫെയ്ത്ത് സിറ്റിയിൽ കാണാൻ പാടില്ല. ഞാൻ തീർത്ത് പറയാം. പ്രാർത്ഥന നടക്കുമ്പം ആരും സൂപ്പർവൈസ് ചെയ്യാനിരിക്കണ്ട. ഞാൻ തീർന്ന് പറയുക, പ്രാർത്ഥന നിങ്ങൾ എത്ര വലിയ പാസ്റ്റർ ആയാലും വേണ്ടുകയില്ല, വിശ്വാസിയായാലും വേണ്ടുകയില്ല. ഒരാൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സൂപ്പർവൈസ് ചെയ്യാൻ ഇവിടെ ശുശ്രൂഷ നിയന്ത്രിക്കുന്ന ഒരാളുണ്ട്, നോക്കിക്കോളും ആവശ്യമുണ്ടെങ്കിൽ. നിങ്ങളുടെ ഡ്യൂട്ടി പ്രാർത്ഥിക്കുമ്പോൾ കണ്ണടച്ചിരിക്കണം. ഞാനിവിടെ ഇരിക്കുന്ന പലരെയും ഞാൻ കണ്ടു, കണ്ണടച്ചിരിക്കുക. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന സമയത്ത് കണ്ണടച്ച് ഹൃദയം ഏകാഗ്രമാക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലെന്ന് എൻ്റെ അർത്ഥം. വെറുതെ നോക്കിയിരിക്കും ഇങ്ങനെ. പ്രൈസ് ഗോഡ്. പ്രാർത്ഥിക്കുമ്പോൾ കണ്ണടച്ചിരിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അതുപോലെ അലക്ഷ്യമായിട്ട് ചിലരുടെ ഇരിപ്പ് കണ്ട് എനിക്ക് സങ്കടം തോന്നി. ആരോഗ്യമില്ലാത്തവരൊന്നുമല്ല, നല്ല ആരോഗ്യമുള്ളവരാണ്. എൻ്റെ പൊന്നെ, ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നമ്മൾ ഇരിക്കുന്നത്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കസേര കയറിയിരുന്നോ, പക്ഷേ ഇരിപ്പ് ഒന്ന് ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. മണിക്കൂറുകളിരുന്ന് ദൈവത്തെ ആരാധിച്ച ചരിത്രവും പരമ്പരയും എനിക്കുള്ളതുകൊണ്ട് പറയാം. ഞാൻ ഈ നിൽക്കുന്ന അത്ര സുഖമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. വീട്ടിൽ ചെല്ലുമ്പോൾ ഷൂസ് കയറത്തില്ല. ഞാൻ 8:30 ഷൂസാണ് മേടിച്ചത്. എനിക്ക് 7 മതി. കാലത്ത് 7, വൈകുന്നേരം 8:30. വീർക്കും നീര് വന്നു. ഞാനൊരു കാര്യം പറയാം. ഇവൻ സർവശക്തനാണോ? ആരാധനയ്ക്ക് യോഗ്യനാണോ? അവനെ ആരാധിക്കുകയാണ്. പ്രൈസ് ഗോഡ്. ഇങ്ങനെ കുത്തി കിടന്നുകൊണ്ട് കൈ ഇങ്ങനെ ടാറ്റ പറയല്ലേ. നീ ടാറ്റ പറഞ്ഞങ്ങ് പോകും, ചിലപ്പം ദൈവസന്നിധിയിൽ പോവും. ശ്രദ്ധിച്ചോണം. ഹല്ലേലൂയ. ദൈവത്തെ ബഹുമാനിക്കുകയല്ല, അവനെ ഭയപ്പെട്ടാദരിക്കണം. ഭയത്തോടെ വിറയലുകൊണ്ട് അവനെ സേവിക്കണം. കൊച്ചു പുള്ളിയല്ല ദൈവം, മനസ്സിലായിക്കോണം. അതുപോലെ തന്നെ വെറുതെ തെക്കോട്ടും വടക്കോട്ടും പോയി കസേര ഇരുന്ന് ഇങ്ങനെ ഇരിക്കല്ലേ. ദൈവത്തിനെ ശുശ്രൂഷിക്കുമ്പോൾ ഞാൻ ചിലരെ കണ്ടതിൻ്റെ സങ്കടം ഞാൻ അടുത്ത ആഴ്ച കണ്ടാൽ ഞാൻ പിന്നെ നേരിട്ട് പറയും. ഞാൻ കഴിഞ്ഞ ആഴ്ച കണ്ടതുകൊണ്ട് ഞാൻ പറയുകയാണ്, നിങ്ങളത് ചെയ്യല്ലേ. എന്നോടുള്ള ബഹുമാനത്തിനല്ല, സ്വർഗത്തിലെ ദൈവത്തോടുള്ള ബഹുമാനത്തിന്. ഇവിടെ എന്താ നടക്കുന്നത്? ആ ഭാഗത്തിന് ഇരിക്കല്ലേ. ഇവിടെ നടക്കുന്നത് ഏറ്റവും പവർഫുൾ ട്രാൻസാക്ഷനാണ് നടക്കുന്നത്. ക്യാൻസറിനെ മാറ്റാൻ കഴിവുള്ളത്, രോഗങ്ങളെ മാറ്റാൻ കഴിവുള്ളത്, കോടികളുടെ കടഭാരം മാറ്റാൻ കഴിവുള്ളത്, ലക്ഷങ്ങളെ സഹായിക്കാൻ കഴിവുള്ളത്, അവൻ കുടുംബങ്ങളെ, തലമുറകളെ സഹായിക്കാൻ കഴിവുള്ള ഒരു ട്രാൻസാക്ഷനാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അലക്ഷ്യമായിരിക്കരുത്. നമ്മൾ ദൈവത്തെ നമ്മൾ ശക്തമായി ആരാധിക്കണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എൻ്റെ വിഷയത്തിലേക്ക് വരട്ടെ. ആമേൻ. പെരുങ്കാറ്റിൽ നിന്ന് ബന്ധപ്പെട്ട് ഞാൻ സംഘത്തിലേക്ക് ഓടിപ്പോകുമായിരുന്നു. വായിച്ചോ.
എന്നുവെച്ചാൽ എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ല, പ്രശ്നം അത്ര വലുതാണെന്ന്. അടുത്തത്, കർത്താവെ സംഹരിച്ച് അവരുടെ നാവുകളെ ചീന്തിക്കളയണമേ. വാക്യം വായിക്കാനാണ് ഞാനിത് എടുത്തത്. കർത്താവെ സംഹരിച്ച് അവരുടെ നാവുകളെ ചീന്തിക്കളയണമേ. ഡിസ്ട്രോയ്, ഡിസ്ട്രോയ്. ഇംഗ്ലീഷ് നോക്കി, ഡിസ്ട്രോയ് ഓ ലോർഡ് ആൻഡ് ഡിവൈഡ് ദ ടങ്സ് ഫോർ ഐ ഹാവ് സീൻ വയലൻസ് ആൻഡ് സ്ട്രൈഫ് ഇൻ ദെയർ സിറ്റി. എന്തൊരു ശക്തമായ പ്രാർത്ഥനയാണ്. കർത്താവെ സംഹരിച്ച് കളഞ്ഞേക്കാൻ ദാവീദ് പ്രാർത്ഥിച്ചു. അഹിതോഫേൽ എന്ത് ചെയ്തു? തന്നെത്താൻ സംഹരിച്ചു. മനസ്സിലാക്കണം, നിന്റെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്, നിന്റെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. ഡിസ്ട്രക്ഷൻ പറഞ്ഞാൽ ഡിസ്ട്രക്ഷൻ നടക്കും, കൺസ്ട്രക്ഷൻ പറഞ്ഞാൽ കൺസ്ട്രക്ഷൻ നടക്കും. തിരുവചനം പറയുന്നു, നാവിൻ്റെ തുമ്പത്ത് മരണത്തിൻ്റെയും ജീവൻ്റെയും അധികാരം നിന്റെ നാവിൻ്റെ മുമ്പിൽ തന്നിരിക്കുന്നു. നിന്റെ നാവ് കൊണ്ട് ഡിസ്ട്രക്ഷനും നടത്താം, നിന്റെ നാവ് കൊണ്ട് കൺസ്ട്രക്ഷനും നടത്താം. പക്ഷേ പുതിയ നിയമ വിശ്വാസിയെ, നീ കൺസ്ട്രക്ഷനെ നടത്താവൂ, ഡിസ്ട്രക്ഷൻ നടത്താൻ പോകരുത്. ദാവീദ് പറഞ്ഞോട്ടെ, പഴയ നിയമ വിശ്വാസിയാണ്. പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണ്, ഇതൊക്കെയായിരുന്നു ജീവന് പകരം ജീവൻ. ഇതായിരുന്നു ദാവീദിന് കിട്ടിയ പ്രമാണം, മോശയുടെ ന്യായ പ്രമാണം. എന്നാൽ പുതിയ നിയമത്തിൻ്റെ പ്രമാണം എന്നറിയാമോ? ശത്രുവിനെ സ്നേഹിക്കുക, ശത്രുവിനെ തിന്മാൻ കൊടുക്കുക, ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കുക, ശത്രുവിന് വിശക്കുന്നെങ്കിൽ അവന് തിന്മാൻ കൊടുക്കുക. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആമേൻ പുതിയ നിയമ പ്രമാണം ലഭിച്ചിട്ടുള്ളവർ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാരാധിക്കാം. ശത്രുവിനെ സ്നേഹിക്കുവാനും ശത്രുവിനോട് ആമേൻ രമ്യമായി തീർന്ന് അവനെ എങ്ങനെയെങ്കിലും ഒന്ന് നന്നാക്കിയെടുക്കാൻ, എനിക്കെതിരായിട്ട് ആര് എന്ത് ദ്രോഹം ചെയ്താലും പ്രൈസ് ഗോഡ്, കർത്താവേ അവനെ കൈകാര്യം ചെയ്യല്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഹൃദയം നിങ്ങൾക്കുണ്ടാകണം. അതാണ് യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ കിടന്നുകൊണ്ട് പറഞ്ഞു, പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. പ്രൈസ് ഗോഡ്. യേശു ദൈവപുത്രനാണെന്ന് വലത്തുഭാഗത്തും കിടക്കുന്ന കള്ളന്മാരിൽ ഒരുത്തം മനസ്സിലാക്കിയത് എന്താണെന്ന് അറിയാമോ? ഇത് കേട്ടപ്പോഴാണ്. പ്രൈസ് ഗോഡ്. സാധാരണ മനുഷ്യന് സാധിക്കത്തില്ല. ക്രൂശിൽ തറച്ചവനോട് ക്ഷമിക്കാൻ പറയാൻ, ചമ്മട്ടി കൊണ്ട് അടിച്ചവനോട് ക്ഷമിക്കാൻ പറയാൻ, കുത്തി തുളച്ചവനോട് ക്ഷമിക്കാൻ പറയാൻ, തലയിൽ മുള്ളുമുടി വെച്ച് അടിച്ച് കയറ്റിനോട് ക്ഷമിക്കാൻ പറയാൻ, അവൻ ഹാലിൽ കയ്പ് കലക്കി കൊടുത്തവനോട് ക്ഷമിക്കാൻ പറയാൻ ഒരു ദൈവത്തിനേ കഴിയൂ, യേശുവിനെ കഴിയൂ. ആ യേശുവിൻ്റെ ഭാവം നിങ്ങളിൽ മേനിലും ഉണ്ടാകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ശത്രുവാണെങ്കിലും നിഗ്രഹിക്കേണ്ട, വിട്ടേര്, ദൈവം കൈകാര്യം ചെയ്തോളും. തമാശ പറയല്ല, അനുഭവത്തിൽ നിന്ന് പറയാം, വിട്ടേര്, ദൈവം കൈകാര്യം ചെയ്തോളും. പക്ഷെ ദാവീദ് പറഞ്ഞു ഡിസ്ട്രോയ്. അതുപോലെ തന്നെ സംസാരിച്ചു. അടുത്ത വാക്യം, രാവും പകലും അവർ അതിന്റെ മതിലുകളിന്മേൽ ചുറ്റി സഞ്ചരിക്കുന്നു. നീതികേടും കഷ്ടവും അതിന്റെ അകത്തുണ്ട്, ദുഷ്ടത അതിന്റെ നടുവിലുണ്ട്, ചതിവും വഞ്ചനയും അതിന്റെ വീഥികളെ വിട്ടുമാറുന്നതുമില്ല. എന്നെ നിന്ദിച്ചത് ഒരു ശത്രുവല്ല, കൂടെ നടന്നവനാ, തനിക്ക് ജനിച്ച മകനും കൂടാ. എന്നാലും വായിച്ചാട്ടെ, അങ്ങനെയെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു. എൻ്റെ നേരെ വമ്പ് പറഞ്ഞത് എന്നെ പകയ്ക്കുന്നവനല്ല, അങ്ങനെയെങ്കിൽ ഞാൻ മറഞ്ഞുകൊള്ളുമായിരുന്നു. നീയോ എന്നോട് സമനായ മനുഷ്യനും എൻ്റെ സഖിയും എൻ്റെ പ്രാണസ്നേഹിതനുമായിരുന്നു. ഇത് അബ്ശാലോമിനെ കുറിച്ച് പറയുന്നതല്ല, ഇത് അഹീത്തോഫേലിനെ കുറിച്ച് പറയുന്നതാണ്. നീ എൻ്റെ സഖിയായിരുന്നു, എൻ്റെ പ്രാണസ്നേഹിതനായിരുന്നു. എന്നിട്ട് നാം തമ്മിൽ മധുരസമ്പർക്കം ചെയ്ത് പുരുഷാരവുമായി ദേവാലയത്തിലേക്ക് പോയല്ലോ. ഇരുന്ന് കൊട്ടിപ്പാടിയതുപോലൊന്ന് ഓർത്ത് നോക്കാൻ. നിങ്ങൾ മനസ്സിലാക്കണം, ഈ ആരാധനയ്ക്ക് വന്ന് നിങ്ങളുടെ കൂടെ ഒരു ദിവസമെങ്കിലും ആരാധിച്ചവൻ, പ്രൈസ് ഗോഡ്, അവനോട് കയ്പ് തോന്നാൻ പാടില്ല. എന്ത് നിങ്ങൾ ഉപദ്രവിച്ചോട്ടെ, ക്ഷമിച്ചോണം. വചനം വായിച്ചാട്ടെ. മരണം പെട്ടെന്നവരെ പിടിക്കട്ടെ. ദാവീദ് പ്രാർത്ഥിച്ചോ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, മോശയുടെ പ്രമാണമാണ്, മരണം പെട്ടെന്ന് അവരെ പിടിക്കട്ടെ. നിങ്ങൾ ആലോചിച്ചു, കെട്ടി ഞാൻ ചത്തൻ ദൈവത്തിന്റെ സ്തോത്രം. അഹീത്തോഫേൽ എങ്ങനെ എത്ര നേരം എടുത്ത് കാണിച്ചാകാൻ? ഒറ്റ സെക്കൻഡ് കൊണ്ട് പരിപാടി കഴിഞ്ഞു. ആ കയറങ്ങോട്ട് മുറുകി പരിപാടി കഴിഞ്ഞു. പ്രൈസ് ഗോഡ്. മരണം പെട്ടെന്ന് അവരെ പിടിക്കട്ടെ. നിങ്ങൾ മനസ്സിലാക്കണം, ഇതേ ഗതി ആർക്ക് വന്നു? കെട്ടിഞ്ഞാന്ന് ആര്? യൂദയും ചെന്ന് ചെയ്തു, കെട്ടിഞ്ഞാന്ന് ചത്തു. പ്രൈസ് ഗോഡ്. ഇനി അബ്ശാലോമിനെ ദൈവം വെറുതെ വിട്ടോ? വായിക്കാം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അബ്ശാലോമിനെ വെറുതെ വിട്ടോ? 18-ാം അധ്യായം 2 ശമൂവേൽ 18-ാം അധ്യായം 14 മുതൽ 19 വരെ. എന്നാൽ യോവാബ്, ഞാൻ ഇങ്ങനെ നിന്നോട് സംസാരിച്ച് നേരം കളകിയില്ല എന്ന് പറഞ്ഞ് 3 കുന്തം കയ്യിലെടുത്ത് അബ്ശാലോം കരുവേലകത്തിൽ ജീവനോടെ തൂങ്ങിക്കിടക്കുമ്പോൾ തന്നെ. 14 തൊട്ടല്ലോ വായിച്ചത്.
അതിൻ്റെ മുകളിൽ നിന്ന് കുറച്ചുകൂടി പോട്ടെ. അതായത് കോവർ കഴുതപ്പുറത്ത് കയറി ഓടിച്ചു പോകുമ്പോൾ എന്നുള്ള ഭാഗത്തിൽ വായിച്ചു 18:9 മുതൽ. അബ്ശാലോം ദാവീദിന്റെ ചേവകർക്ക് എതിർപ്പെട്ടു. അബ്ശാലോം കോവർ കഴുതപ്പുറത്ത് ഓടിച്ചു പോകുമ്പോൾ കോവർ കഴുത കൊമ്പ് തിങ്ങി നിൽക്കുന്ന ഒരു വലിയ കരുവേലകത്തിന് കീഴെ എത്തി. കോവർ കഴുത കൊമ്പ് തിങ്ങി നിൽക്കുന്ന ഒരു കരുവേലകത്തിന്റെ കീഴെ എത്തി. അടുത്തത് അവന്റെ തലമുടി ഇതിന്റെ അടിയിൽ കൂടെ ഓടിച്ചോണ്ട് പോയി. ആരോടിച്ചോണ്ട് പോയി? അബ്ശാലോം അല്ല, കഴുത പോയി. ഈ കൊമ്പ് തിങ്ങി നിൽക്കുന്ന ഇത് കാണുമ്പോൾ അബ്ശാലോമിന് അറിയാം. പക്ഷെ അബ്ശാലോമിനെ നിയന്ത്രിക്കാൻ പറ്റിയില്ല. കഴുത അങ്ങ് പോയി. ശരിയാണെന്ന് അറിയാൻ 8 വായിച്ചു നോക്കി. നടന്നത് അങ്ങനെ ആയിരിക്കുമോ? പട ആ ദേശത്തെല്ലായിടവും പരന്നു. അന്ന് വാളിനിരയായതിലും അധികം പേർ വനത്തിനിരയായി തീർന്നു. കണ്ടോ? അന്ന് വാളിനിരയായവരിലധികം പേര് വനത്തിനിരയായിരുന്നു. കൂട്ടത്തിൽ നേതാവും പോയെന്ന്. ദൈവമക്കളെ, നിനക്കെതിരെ വരുന്ന പട, നിനക്കെതിരെ വരുന്ന ശത്രു എത്രയുണ്ടെങ്കിലും ഈ വാക്യം ഒന്നും ശ്രദ്ധിച്ച്, പട ആ ദേശത്തെല്ലായിടവും പരന്നു. അന്ന് വാളിനിരയായതിലും. അവിടെ നിർത്തിക്കുക. വാളിനിരയായവര്. ഈ വാളിനിരയായവരെ ആരാ കൊന്നത്? ദാവീദിന്റെ ആളുകൾ. വാളിനിരയായതിലും അധികം പേരെ വനത്തിനിരയായി തീർന്നു. അപ്പൊ ഈ ദാവീദും ആളുകളും കൂടെ കൊന്നതിനേക്കാൾ കൂടുതൽ ആളുകളെ ആര് കൊന്നു? തമ്പുരാൻ കൊന്നു. വനത്തിനിരയായി. എന്നാൽ പിന്നെ ഞാൻ കൊല്ലാതിരുന്ന മുഴുവൻ അങ്ങ് വിട്ടുകൊടുത്തൂടെ? ഇത് മുഴുവൻ അങ്ങ് പുള്ളിക്ക് വിട്ടുകൊടുത്തൂടെ? നീ ചുമ്മാ കുത്തിയിരുന്നു, വനത്തിനിരയാകും. നിനക്കെതിരെ എത്ര വലിയ പട നിരന്നാലും, ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി ചിലരോട് സംസാരിക്കുന്നു, നിനക്കെതിരെ എത്ര വലിയ പട നിരത്തിയാലും പ്രൈസ് ഗോഡ് പേടിക്കല്ലേ, നീ ചുമ്മാ ഇരുന്നേച്ചാ മതി. അവനൊക്കെ വനത്തിനിരയാകും. ഞാൻ ചുമ്മാ പറയുകയല്ല. ആകാശത്തിനും ഭൂമിക്കും മീതെ മധ്യേ പ്രൈസ് ഗോഡ് കുരിശേൽ തൂങ്ങി കർത്താവ് കിടന്ന് എന്തിനാണെന്നറിയാമോ? ഇവനെയൊക്കെ അതുപോലെ തന്നെ തൂക്കി കിടത്താനാ. നിന്റെ കണ്ണുകൊണ്ട് കാണത്തക്കവണ്ണം നമ്മെ ദൈവത്തിനും ദൈവസഭയ്ക്കും എതിരായി നിൽക്കുന്ന ചിലരെ തൂക്കി കിടത്തത്തക്കവണ്ണം ദൈവശക്തി വ്യാപരിക്കും. സംശയമില്ല കാര്യത്തിൽ. അബ്ശാലോം എന്ത് ചെയ്തു? തൂങ്ങിക്കിടന്നു. അത് കണ്ടപ്പം യോവാബ് പറഞ്ഞു, ഞാൻ ചുമ്മാ നോക്കി നിൽക്കത്തില്ലെന്ന് പറഞ്ഞു. 14 മുതൽ. എന്നാൽ യോവാബ്, ഞാൻ ഇങ്ങനെ നിന്നോട് സംസാരിച്ച് നേരം കളകയില്ല എന്ന് പറഞ്ഞ് 3 കുന്തം കയ്യിലെടുത്ത് അബ്ശാലോം കരുവേലകത്തിൽ ജീവനോടെ തൂങ്ങിക്കിടക്കുമ്പോൾ തന്നെ 3 കുന്തം കയ്യിലെടുത്തു. 1 പിതാവിൻ്റെ നാമത്തിലും 2 പുത്രന്റെ നാമത്തിലും പരിശുദ്ധാത്മാവിന്റെ ഒറ്റ കുത്ത്. ആശീർവാദം പറഞ്ഞുകൊണ്ടായിരിക്കും കുത്തിയത്. യേശുവിൻ്റെ നാമത്തിൽ 1, പിതാവിൻ്റെ നാമത്തിൽ 2, പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ 3 കയറ്റി. എന്നിട്ട് അവയെ അവന്റെ നെഞ്ചിനകത്ത് കുത്തിക്കിടത്തി. എന്നിട്ട് യോവാബിന്റെ ആയുധവാഹകന്മാരായ 10 ബാല്യക്കാർ വളഞ്ഞു നിന്ന് അബ്ശാലോമിനെ അടിച്ചു കൊന്നു. എന്ത് ചെയ്തു? 10 പേര് അടിച്ചു കൊന്നു. ആരാ അടിച്ചു കൊന്നത്? ആയുധവാഹകന്മാർ. പ്രൈസ് ഗോഡ്. ഞാൻ വിചാരിക്കുന്നത്, ഇത് ഈ ഭാഗം വായിച്ചപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു, പ്രൈസ് ഗോഡ്, എൻ്റെ കൂടെ ഒരാളുണ്ടായിരുന്നു, എൻ്റെ ഒരു ജോലി ചെയ്യുന്ന ഒരാൾ. അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ഒരു മുയലിനെ കൊന്നുവെന്ന് പ്രൈസ് ഗോഡ് ഞങ്ങളോട് വന്ന് പറഞ്ഞു. എൻ്റെ ഭാര്യ എന്നിട്ട് മുയലിറച്ചി ഓഫീസിൽ കൊണ്ടുവന്നു. ഞങ്ങൾ ചെന്നപ്പോൾ എൻ്റെ ഭാര്യ തോക്കൊണ്ട് പ്രൈസ് വെടിവെച്ച് കൊന്ന മുയലാന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊന്ന് ഭാര്യ ഇത്ര ഷാർപ്പ് ഷൂട്ടറാണെന്നൊക്കെ ചോദിച്ചു. പ്രൈസ് ഗോഡ്. ഞങ്ങൾ വീട്ടിൽ ചെന്ന പുള്ളിക്കാരോട് ചോദിച്ചു, വെടിവെച്ച് വന്ന മുയലിൻ്റെ ഇറച്ചിയൊക്കെ ഞങ്ങൾ കൂട്ടിയായിരുന്നു. അപ്പോൾ പുള്ളിക്കാർ പറയുകയാണേ, പ്രൈസ് ഗോഡ്, ഞാൻ വെടിവെച്ചൊന്നുമല്ല കൊന്നത്, തോക്കൊണ്ട് അടിച്ചാൽ കൊന്നത്. പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, ഹല്ലേലൂയ. അബ്ശാലോമിനെ അടിച്ചു കൊന്നു. ഇന്ന് പകൽക്കാലം ദൈവത്തിന് സ്തോത്രം. നിൻ്റെ ദൈവം ആരാ? നിനക്കെതിരായി നിൽക്കുന്ന ശക്തികളുടെ മേൽ അധികാരമുള്ളവൻ, അവകാശമുള്ളവൻ, അതിന്മേൽ പ്രവർത്തിക്കാൻ കഴിവുള്ളവൻ. അങ്ങനെയാണെങ്കിൽ നിനക്കെതിരായി നിൽക്കുന്ന വിഷയങ്ങളെ ഓർത്ത് ഭാരപ്പെടണ്ട. ഞാൻ മനുഷ്യരല്ല പറഞ്ഞത് കേട്ടോ, പെരുങ്കാറ്റും കൊടുങ്കാറ്റും അതിനെ ഓർത്ത് ഭാരപ്പെടണ്ട. കൈകാര്യം ചെയ്യുന്ന ദൈവമുണ്ട്. വായിച്ചാട്ടെ അടുത്ത വാക്യം. രാവും പകലും അവർ എൻ്റെ മതിലുകളിൽ ചുറ്റി സഞ്ചരിക്കുന്നു. അല്ലെന്ന് അബ്ശാലോം വിട്ടിട്ടില്ല. പിന്നെ യോവാബ് കാഹളമൂതി. യോവാബ് ജനത്തെ വിലക്കിയത് കൊണ്ട് അവർ ഇസ്രായേലിനെ പിന്തുടരുന്നത് വിട്ടുമടങ്ങി.
അബ്ശാലോമിനെ അവർ എടുത്ത് വനത്തിൽ ഒരു വലിയ കുഴിയിലിട്ടു. അവന്റെ മേൽ ഏറ്റവും വലിയൊരു കൽക്കുംഭാരം കൂട്ടി. അടുത്തത് വായിച്ചപ്പോൾ ഞാൻ കരഞ്ഞു പോയി, സത്യം പറഞ്ഞ വായിച്ചേ. ഇസ്രായേൽ ഒക്കെയും താന്താന്റെ വീട്ടിലേക്ക് ഓടിപ്പോയി. അടുത്ത വാക്യം. അബ്ശാലോം ജീവനോടിരുന്ന സമയം, അബ്ശാലോം ജീവനോടെ ഇരുന്ന സമയം എന്റെ പേർ നിലനിർത്തേണ്ടതിന്, എന്റെ പേർ നിലനിർത്തേണ്ടതിന് എനിക്ക് മകനില്ലല്ലോ എന്ന് പറഞ്ഞ്, എനിക്ക് മകനില്ലല്ലോ എന്ന് പണ്ട് പറഞ്ഞ് രാജാവിൻ താഴ്വരയിലെ തൂണെടുത്ത് നാട്ടി അതിന് തന്റെ പേർ വിളിച്ചിരുന്നു. ദൈവമക്കളെ, അബ്ശാലോമിൻ്റെ പേര് ആ തൂണേൽ അവസാനിച്ചു, കല്ലേൽ അവ കൊത്തി അവസാനിപ്പിച്ചു. ഇന്ന് പകൽക്കാലം എൻ്റെയും നിങ്ങളുടെയും പേര് തീരേണ്ടത് കല്ലേലല്ല, ശവക്കല്ലറയിൽ കൊത്തിവെച്ചിരിക്കുന്ന അഡ്രസ്സിലല്ല, ഡൈഡ് ആൻഡ് ബർത്ത് ഡേറ്റും ഡെത്ത് ഡേറ്റും എഴുതി വച്ചിരിക്കുന്ന ഒരു കല്ലറയ്ക്കകത്ത് തീരാനുള്ളതാണോ നമ്മൾ? അല്ല അല്ല അല്ല. അതിനപ്പുറത്തായി ജീവിപ്പിക്കുന്ന ഒരു ശക്തിയുമായി ഇന്ന് പകൽക്കാലം നിനക്ക് ബന്ധമുണ്ടെന്ന് എത്ര പേർക്ക് പറയാൻ സാധിക്കും? മരണം കൊണ്ട് തീരുന്നൊരു പരിപാടി അല്ല ഇത് മരണം കൊണ്ട് തീരുന്നൊരു പരിപാടി അല്ല ഇത് എൻ്റെ തലമുറകളിലേക്ക് പകരുന്ന പരിപാടി മാത്രമല്ല, എന്നെ നിത്യതയിലേക്ക് നിലനിർത്തുന്ന പരിപാടിയും കൂടെയാണ്. ഇത് നിത്യതയിലേക്ക് നിലനിർത്തുന്ന പരിപാടിയും കൂടെയാണ്. പ്രൈസ് ഗോഡ്. അപ്പം ആ ദാവീദിനെതിരായി നിന്ന രണ്ട് പേര്, പ്രൈസ് ഗോഡ്, അബ്ശാലോം, അഹീതോഫെൽ, രണ്ടും എന്ത് ചെയ്തു? തൂങ്ങിച്ചെത്തു. യേശുവിനെതിരായി നിന്ന യൂദായും തൂങ്ങിച്ചെത്തു. എതിരായി നിന്ന് എല്ലാം എന്ത് ചെയ്തു? തൂങ്ങിച്ചെത്തു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇതാണ് ദൈവത്തിൻ്റെ നീതി. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം നിങ്ങൾ അതുകൊണ്ട് ഭാരപ്പെടല്ലേ. പ്രൈസ് ഗോഡ്. ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. 22 വാക്യം. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകാൻ ഒരു നാളും സമ്മതിക്കത്തില്ല. 17 വാക്യം ഒന്നുകൂടെ വായിച്ചു. ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും. ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും. ഈ പ്രമാണം ഉൾക്കൊണ്ടുകൊണ്ടാണ് യേശു ക്രിസ്തു എബ്രായ ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യത്തിലും കരഞ്ഞത്. വായിച്ചു നോക്കി. ക്രിസ്തു തൻ്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവമക്കളെ, യേശുവും കരഞ്ഞു, കർത്താവ് കരഞ്ഞു, പക്ഷെ ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിച്ചു. അപ്പോൾ യേശുവിന് കരയാമെങ്കിൽ നമ്മൾ കരയത്തില്ലേ? കരയും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ കരച്ചിൽ അവസാനിപ്പിക്കാൻ ഒരുവന് കഴിയും. കഴിഞ്ഞ മാസത്തിൽ ഈ 2013 പിറന്നിട്ട് ഒരു ദിവസമെങ്കിലും ഞാൻ കരയാതിരുന്നിട്ടില്ലെന്ന് ചോദിച്ച കൈപൊക്കാൻ ചിലർ ഇവിടെ ഉണ്ട്, എനിക്കറിയാം. ഈ വർഷം പല പ്രാവശ്യം ഞാൻ കരഞ്ഞു, കർത്താവേ എന്നെ കരയിപ്പിച്ചു. അങ്ങനെ അനുഭവങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്, എനിക്കറിയാം. വാക്ക് പറഞ്ഞുപോയി, ഗതി എന്താകുമെന്ന് ചിന്തിച്ച് കരഞ്ഞില്ലേ? കൊടുക്കാമെന്ന് പറഞ്ഞുപോയി, കഴിഞ്ഞില്ല, കരഞ്ഞില്ലേ? എൻ്റെ കുഞ്ഞിൻ്റെ ഭാവി രക്ഷപ്പെടുമെന്ന് വിചാരിച്ചില്ല, രക്ഷപ്പെടത്തില്ലെന്ന് വിചാരിച്ചു, കരഞ്ഞില്ലേ? ജോലി കിട്ടത്തില്ല, ശരിയാകത്തില്ല എന്ന് വിചാരിച്ചു, കരഞ്ഞില്ലേ? ഒരു കുടുംബജീവിതം എൻ്റെ കുഞ്ഞിനുണ്ടാകുമോ ചിന്തിച്ചു, കരഞ്ഞില്ലേ? ഒരു നല്ല അഡ്മിഷൻ കിട്ടുമോ ചിന്തിച്ചു, കരഞ്ഞില്ലേ? കർത്താവെ, എത്ര മരുന്ന് മാറി മാറി കഴിച്ചു, എത്ര ഡോക്ടർമാരെ കണ്ടു, എന്നിട്ടും ഒരു ശമനവുമില്ലല്ലോ എന്നോർത്ത് കരഞ്ഞില്ലേ? കരഞ്ഞു. നമ്മളെല്ലാം കരഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഒരു പ്രാവശ്യമെങ്കിലും ഈ വർഷം ചില വിഷയങ്ങളെ ഓർത്ത്, ഞാൻ ഈ പറഞ്ഞതുപോലെ ചില ഭാരപ്പെട്ട വിഷയങ്ങളെ ഓർത്ത് കരഞ്ഞവരൊന്ന് കരമെടുത്താമോ? ഇത്രയും പേരെ കരയിപ്പിച്ച പിശാച് ഇനി ആരെയും കരയിപ്പിക്കരുത്. പ്രൈസ് ഗോഡ്. ഇനി നിന്നെ കരയിപ്പിക്കരുത്, ഇനി നിന്നെ കരയിപ്പിക്കരുത്.
എനിക്കറിഞ്ഞുകൂടാ എത്ര നേരം കരഞ്ഞെന്ന്. എനിക്കറിഞ്ഞുകൂടാ എത്ര ദിവസം കരഞ്ഞെന്ന്. പക്ഷെ എനിക്ക് ഒരു കാര്യം അറിയാം, കർത്താവ് താൻ കണ്ണുനീരൊക്കെയും തുടയ്ക്കും. യെസ്, യേശു തുടയ്ക്കും. നിൻ്റെ യേശു തുടയ്ക്കും. നിന്നെ ഭാരപ്പെടുത്തുന്ന വിഷയങ്ങളെ ഓർത്തുകൊണ്ട് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത്, നിൻ്റെ ഭാരം യഹോവയുടെ മേലിട്ടുകൊള്ളുക. നീതിമാൻ കുലുങ്ങിപ്പോകാൻ ഒരു നാളും സമ്മതിക്കത്തില്ല, ഒരു നാളും സമ്മതിക്കത്തില്ല. പ്രൈസ് ഗോഡ്. ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവ് എൻ്റെ കരച്ചിലും മാറ്റി എന്നെ ഒന്ന് സഹായിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കാൻ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവർ കരം ഉയർത്തിപ്പിടിച്ചാട്ടെ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, കണ്ണുനീർ കാണുമ്പോൾ മനസ്സലിയുന്ന ദൈവമേ, ഇവരുടെ എല്ലാം കരച്ചിലിന് പരിഹാരം വരുത്താൻ ഞങ്ങൾക്ക് സാധ്യമല്ല, മനുഷ്യന് സാധ്യമല്ല. ഞങ്ങൾ വിശ്വസിക്കുന്നു യേശുവിന് കഴിയും, യേശുവിന് കഴിയും, യേശുവിന് കഴിയും. നിൻ്റെ ബലം, കണ്ണുനീർ തുടയ്ക്കുന്ന കരം ഇപ്പോൾ തന്നെ നീട്ടി, സൗഖ്യമാക്കുന്ന കരം ഇപ്പോൾ തന്നെ നീട്ടി, കാറ്റിനെ ശമിപ്പിക്കുന്ന കരം ഇപ്പോൾ തന്നെ നീട്ടി, കടലിനെ ശാന്തമാക്കുന്ന കരം ഇപ്പോൾ തന്നെ നീട്ടി. അവൻ പൊങ്ങിക്കൊണ്ടിരിക്കുന്ന തിരമാലകൾ പോലെ പൊങ്ങിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ കുടുംബങ്ങളിൽ നിന്ന്, വ്യക്തികളിൽ നിന്ന്, തലമുറകളിൽ നിന്ന് യേശുവിൻ്റെ നാമത്തിൽ വിട്ടു പോ. കാര്യങ്ങളടിച്ച് ആരാധിക്കാം. ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർപ്പിച്ച്